ഹായ് മകളെ നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ റീനീറ്റ് പ്രിപ്പറേഷൻ ഒക്കെ അടിപൊളിയായിട്ട് പോകുന്നെന്ന് വിശ്വസിക്കുന്നു. സോ നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് നിങ്ങളുടെ പ്ലസ് വണ്ണിലെ റൊട്ടേഷണൽ മോഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. നിങ്ങൾക്കറിയാം അത്യാവശ്യം നല്ലൊരു ഡിഫിക്കൽട്ടായിട്ടുള്ള അത്യാവശ്യം കുറേ കോൺസെപ്റ്റുകൾ പഠിക്കാനുള്ള ചാപ്റ്റർ ആണ്. 1 അവറിലൂടെ നമുക്ക് ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട തിയറി കോൺസെപ്റ്റുകൾ അത്യാവശ്യം ഒന്ന് ബ്രഷപ്പ് ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻസും പ്രാക്ടീസ് ചെയ്ത് പോകാം. എല്ലാവരും നിർബന്ധമായും പ്രോപ്പറായിട്ട് കൂടെ തന്നെ പഠിച്ചു പോവുക കേട്ടോ. വീഡിയോ ക്ലാസ് വെറുതെ കാണരുത്. പ്രോപ്പറായിട്ട് കൂടെ പഠിച്ച് റിവൈസ് ചെയ്ത് അങ്ങനെ തന്നെ പോവുക. യെസ്, നമുക്കറിയാം ഈ ചാപ്റ്ററിൽ നിങ്ങൾ ആദ്യം പഠിക്കുന്ന ടോപ്പിക്കാണ് സെന്റർ ഓഫ് മാസ്. നിങ്ങൾക്കറിയാം ടോട്ടൽ മാസ് ഒരു ബോഡി എടുത്താൽ അല്ലെങ്കിൽ ഒരു ഡിസ്ക്രീറ്റ് മാസുകൾ എടുത്താൽ സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് ടോട്ടൽ മാസ് അക്യുമുലേറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ്. ഇപ്പോൾ ഒരു റോഡ് എടുത്താൽ നമുക്കറിയാം, ഒരു എൽ ലെങ്ത് ഉള്ള റോഡ് എടുത്താൽ ഈ റോഡിന്റെ ലെങ്ത് എല്ലാണ്. ഈ കാണുന്ന റോഡിന്റെ ലെങ്ത് എല്ലാണ്. അപ്പൊ ഇതിന്റെ സെന്റർ ഓഫ് മാസ് എക്സാക്ട് സെന്ററിലാണ്. അതൊരു യൂണിഫോം ഷേപ്ഡ് ബോഡിയാണ്. അപ്പോൾ ഒരു എൻഡിന്ന് നിങ്ങൾ മെഷർ ചെയ്താൽ അതിന്റെ എക്സാക്ട് സെന്ററിലാണ്. സെന്റർ ഓഫ് മാസ് L/2 ഡിസ്റ്റൻസിലാണ്, നിങ്ങൾക്കറിയാം. ഇനി ഒരു ഡിസ്ക് എടുത്താൽ, ഒരു റെഗുലർ ഷേപ്പുള്ള ഡിസ്ക് എടുത്താൽ ആ ഡിസ്കിന്റെ സെന്റർ ഓഫ് മാസ് എവിടെയാണെന്ന് ചോദിച്ചാൽ അതിന്റെ എക്സാക്ട് സെന്ററിലായിരിക്കും. ഇതൊരു ചെറിയ ഡിസ്ക് ആണെന്ന് അസ്യൂം ചെയ്യാം. അപ്പോൾ ആ ഡിസ്ക് എടുത്താൽ, അല്ലേ, ഒരു ഡിസ്ക് എടുക്കുന്നു, ഞാനിങ്ങനെ ഒരു ഡിസ്ക് കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ അതിന്റെ സെന്റർ ഓഫ് മാസ് എക്സാക്ട് സെന്ററിലാണ്. ഈ ഡിസ്കിന്റെ റേഡിയസ് 6 ആണെന്നൊക്കെ നമുക്ക് പറയാം. അപ്പോൾ ആ ടോട്ടൽ മാസ് അക്യുമുലേറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് സെന്റർ ഓഫ് മാസ്. ഇത് കണ്ടിന്യൂസ് മാസ് സിസ്റ്റം. നമ്മൾ പാർട്ടിക്കിൾ സിസ്റ്റത്തിനെ അല്ലെങ്കിൽ മാസ് സിസ്റ്റത്തിനെ രണ്ടായിട്ട് കൺസിഡർ ചെയ്യാറുണ്ട്. അത് ഉറപ്പായിട്ടും പഠിച്ചു വെക്കണം. ഒന്നാമത്തേത് ഡിസ്ക്രീറ്റ് മാസ് സിസ്റ്റവും രണ്ടാമത്തേത് കണ്ടിന്യൂസ് മാസ് സിസ്റ്റം എന്ന് വിളിക്കും. അതിലിപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഒരു റോഡ്, ഈ കാണുന്ന റിജിഡ് റോഡ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് മാസ് ആണ്. അതുപോലെ ഈ കാണുന്ന റിങ് അല്ലെങ്കിൽ ഡിസ്ക് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് മാസ് ആണ്. മറിച്ച് ഇവിടെ ഒരു മാസ് ഇരിപ്പുണ്ട് M1, ഇവിടെ ഒരു മാസ് ഇരിപ്പുണ്ട് M1, ഇവിടെ മറ്റൊരു മാസ് ഇരിപ്പുണ്ട് M2. എനിക്ക് ഇവരുടെ സെന്റർ ഓഫ് മാസ് എവിടെയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പം സെന്റർ ഓഫ് മാസ് നമ്മൾ എപ്പോഴും പറയുന്നത് വിത്ത് റെസ്പെക്ട് ടു ആൻ ഒറിജിൻ ആണ്. അപ്പം ഞാനിവിടെ ഒരു ആക്സിസ് ഇങ്ങനെ കൺസിഡർ ചെയ്യും. സപ്പോസ് ഇത് ഈ കാണുന്നതാണ് M1ലേക്കുള്ള ഡിസ്റ്റൻസ്, R1 എന്ന് വിളിക്കാം. ഈ കാണുന്നത് M2ലേക്കുള്ള ഡിസ്റ്റൻസ് R2 അല്ലെങ്കിൽ R1 എന്ന് പറയുന്നത് M1ന്റെ പൊസിഷൻ വെക്ടർ ആണ്. R2 എന്ന് പറയുന്നത് M2ന്റെ പൊസിഷൻ വെക്ടർ ആണ്. അപ്പം നമുക്ക്, നിങ്ങൾ ഓൾറെഡി പഠിച്ചവരായിട്ട് നിങ്ങൾക്കറിയാം, 2 മാസ് സിസ്റ്റം ആണെങ്കിൽ ഇവരുടെ സെന്റർ ഓഫ് മാസ് എവിടെ വരും? ഇവർ തമ്മിലുള്ള ലൈൻ ജോയിനിങ്ങിൽ ഇവിടെ എവിടെയെങ്കിലും വരും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ കാണുന്ന പൊസിഷൻ വെക്ടറിനെ, സെന്റർ ഓഫ് മാസിലേക്കുള്ള ആ പൊസിഷൻ വെക്ടറിനെ നമുക്ക് RCM എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ആ RCM കാണാൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. RCM എന്ന് പറയുന്നത് M1R1 പ്ലസ് M2R2 ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2 ആണ്, അല്ലേ? ഇങ്ങനെയാണ് നമ്മൾ സെന്റർ ഓഫ് മാസിലേക്കുള്ള പൊസിഷൻ വെക്ടർ കണ്ടുപിടിക്കുന്നത്. പൊസിഷൻ വെക്ടറിന്റെ സെന്റർ ഓഫ് മാസ് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. അതായത് ജനറലി പറഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? ഇൻ ജനറൽ സെന്റർ ഓഫ് മാസ് RCM എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം? ഇന്റഗ്രൽ MI/RI ഡിവൈഡഡ് ബൈ, ഇന്റഗ്രൽ അല്ല, സിഗ്മ MI/RI ഡിവൈഡഡ് ബൈ സിഗ്മ MI. ഇവിടെ I ചേഞ്ചസ് ഫ്രം 1 to n എന്ന് കൊടുക്കാം. ഇവിടെ I ചേഞ്ചസ് ഫ്രം 1 to n എന്ന് കൊടുക്കാം. n പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ n നമ്പർ വരെയുള്ള സമ്മേഷൻ എടുക്കണം. ഇതാണ് ഡിസ്ക്രീറ്റ് മാസ് സിസ്റ്റം. എന്ന് വെച്ചാൽ ഡിസ്ക്രീറ്റ് മാസ് എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള മാസുകൾ. കണ്ടോ, ഇവിടെ നിങ്ങൾ നോക്കിക്കേ, M1 എന്ന് പറയുന്ന ഒരു ഇൻഡിപെൻഡന്റ് മാസാണ്. M2 എന്ന് പറയുന്ന അനദർ ഒരു ഇൻഡിപെൻഡന്റ് മാസാണ്. ആ ഓരോ ഇൻഡിപെൻഡന്റ് മാസുകൾ വന്നാൽ നമ്മൾ ഇങ്ങനെയാണ് എഴുതുന്നത്, ഇൻ ടൈംസ് ഓഫ് കോർഡിനേറ്റ് അല്ലെങ്കിൽ ഇൻ ടേംസ് ഓഫ് പൊസിഷൻ വെക്ടർ എന്ന് പറയാം. ഇനി കോർഡിനേറ്റ്സ് വേണമെങ്കിൽ അവർക്ക് ചോദിക്കാം. എന്ത് ചെയ്യാം? ഈ M1ന് പകരം അവർക്ക് M1ന്റെ കോർഡിനേറ്റ്സ് x1 y1 തരാം. അതുപോലെ M2ന്റെ കോർഡിനേറ്റ്സ് x2 y2 നമുക്ക് തരാം. എന്നിട്ട് നമ്മളോട് ചോദിക്കുകയാണ് ഇൻ ടേംസ് ഓഫ് കോർഡിനേറ്റ്സിൽ പൊസിഷൻ വെക്ടർ എഴുതാൻ. അങ്ങനെ കോർഡിനേറ്റ്സിലാണ് പൊസിഷൻ വെക്ടർ എഴുതുന്നതെങ്കിൽ എങ്ങനെ എഴുതും? നമുക്ക് എഴുതാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ x ആണെങ്കിൽ, x കോർഡിനേറ്റ് ആണെങ്കിൽ XCM ഈക്വൽ ടു എങ്ങനെ എഴുതാം? M1 x1
പ്ലസ് m2x2 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 m1x1 പ്ലസ് m2x2 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 എന്ന് വിളിക്കും. ഇത് ഇൻ ടേംസ് ഓഫ് എക്സ് കോർഡിനേറ്റ്, y കോർഡിനേറ്റും എഴുതാം. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഇതേപോലെയാണ് ഒരു കണ്ടിന്യൂസ് മാസ് സിസ്റ്റത്തിൻ്റെത് കണ്ടുപിടിക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനൊരു റോഡ് വെച്ചിട്ട് ഇപ്പോൾ പറഞ്ഞു, ഇപ്പോൾ ഒരു റിജിഡ് റോഡ്, നമുക്കറിയാം ഒരു റോഡ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് L/2 ഇപ്പം ഞാനൊരു എക്സാമ്പിൾ എടുക്കുകയാണ്. ഇത് L ലെങ്ത് ഉള്ള ഒരു റോഡ്. ഈ റോഡിൻ്റെ ലെങ്ത് L ആണ്, ടോട്ടൽ മാസ് M ആണ്. എനിക്ക് ഇവൻ്റെ സെൻറ്റർ ഓഫ് മാസ് കണ്ടുപിടിക്കണം. എന്ത് ചെയ്യും? നമ്മളിവിടെ ചെറിയൊരു എലമെൻ്റ് എടുക്കും അല്ലേ? ആ എലമെൻറ്റിൻ്റെ മാസ് DM എന്ന് അസ്യൂം ചെയ്യും. ഇത് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് നമുക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ എക്സ് എന്ന് എടുക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് XCM ആണ് കാണേണ്ടത്. എങ്ങനെ എഴുതാം? XCM ഈക്വൽ ടു സെൻറ്റർ ഓഫ് മാസ് XCMഉം YCMഉം ഒക്കെ ഉണ്ട്. ഇത് X ആക്സിസിലാണ് കിടക്കുന്നത്, അപ്പോൾ XCM മാത്രമല്ല. എങ്ങനെ എഴുതും? ഇൻ്റഗ്രൽ XDM ഡിവൈഡഡ് ബൈ ഇൻ്റഗ്രൽ DM. കണ്ടിന്യൂസ് മാസ് സിസ്റ്റം ആണ്, നമ്മൾ ഇൻ്റഗ്രേഷണൽ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള സെൻറ്റർ ഓഫ് മാസുമായിട്ട് കണക്ട് ചെയ്ത ഇക്വേഷൻസും കാര്യങ്ങളും നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇതേപോലെ തന്നെ അവർക്ക് നമുക്ക് വേണമെങ്കിൽ എങ്ങനെ ചെയ്യാം? ഇൻ ടൈംസ് ഓഫ് ഏരിയയിൽ ചോദിക്കാം. നമുക്ക് എപ്പോഴും മാസ് തന്നെ തരണമെന്ന് നിർബന്ധമില്ല. ഈ മാസിന് പകരം ഇപ്പം നിങ്ങൾ കോർഡിനേറ്റ് സിസ്റ്റം മാസിൽ എഴുതിയല്ലോ, m1x1 പ്ലസ് m2x2 ബൈ m1 പ്ലസ് m2. അത് വേണമെങ്കിൽ ഇൻ ടൈംസ് ഓഫ് ഏരിയയിൽ ചോദിക്കാം. ഇൻ ടൈംസ് ഓഫ് ഏരിയയിലാണ് ചോദിക്കുന്നതെങ്കിൽ സെൻറ്റർ ഓഫ് മാസിൻ്റെ ഇക്വേഷൻ എങ്ങനെ എഴുതാം? ഇപ്പോൾ XCM എഴുതുകയാണ് ഞാൻ. XCM എഴുതുമ്പോൾ എങ്ങനെ എഴുതും? XCM വിച്ച് ഈസ് ഈക്വൽ ടു m1ന് പകരം a1 എടുത്താൽ മതി. നമ്മൾ എടുക്കുന്ന പാർട്ടിൻ്റെ ഏരിയ a1x1 അല്ലേ, പ്ലസ് a2x2 ഡിവൈഡഡ് ബൈ a1 പ്ലസ് a2. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇത് y ആക്സിസ് ആണ്, ഇത് x ആക്സിസ് ആണ്. ഇങ്ങനെ ഒരു L ഷേപ്ഡ് ലാമിന, ഇതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ വേണമെങ്കിൽ ഇവനെ ഇങ്ങനെ കട്ട് ചെയ്യും അല്ലേ, എന്നിട്ട് ഇത് ഫസ്റ്റ് ഏരിയ ആയിട്ട് കൺസിഡർ ചെയ്യുക. ഇതാണ് ഫസ്റ്റ് ഏരിയ A1, ഇത് സെക്കൻഡ് ഏരിയ A2. ഇതേപോലെ ഡിസ്ക് റിമൂവ് ചെയ്തിട്ട് ചോദിക്കാം. ഒരു പർട്ടിക്കുലർ മാസ് റിമൂവ് ചെയ്തു, അപ്പോൾ A1x1 മൈനസ് A2x2, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? അതിൻ്റെ ഏരിയ, റിമൂവ് ചെയ്ത പോർഷൻ്റെ ഏരിയ അല്ലെങ്കിൽ മാസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ റിലേറ്റഡ് ആയിട്ടുള്ള ഇക്വേഷൻസ് എല്ലാം നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം. ഒരു ഓവറോൾ ഐഡിയ തന്നതാണ്. ഇനി ഇതേപോലെ ഇപ്പം നമ്മൾ കണ്ടുപിടിച്ച സെൻറ്റർ ഓഫ് മാസ് പറയുന്ന കേസിലെല്ലാം ബോഡി അറ്റ് റെസ്റ്റ് ആണ്. ഇനി മോഷൻ ചോദിക്കാം. ഒരു സിസ്റ്റം ഒരു പർട്ടിക്കുലർ മാസ് ഒരു പർട്ടിക്കുലർ വെലോസിറ്റിയിൽ പോയി, ഉദാഹരണം പറയുകയാണ്, ഇതൊരു സർഫസ്, ഇവിടെ ഒരു മാസ് ഇരിക്കുന്നു m2, എന്നിട്ട് ഇവിടെ ഒരു സ്പ്രിങ് അറ്റാച്ച് ചെയ്തു, എന്നിട്ട് ഇവിടെ ഒരു മാസ് ഇരിക്കുന്നു m1 ഇങ്ങോട്ട് പോകുന്ന വെലോസിറ്റി v1, m2 ഇങ്ങോട്ട് വരുന്ന വെലോസിറ്റി v2. അങ്ങനെയാണെങ്കിൽ ഇവരുടെ സെൻറ്റർ ഓഫ് മാസ് ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കും. ആ സെൻറ്റർ ഓഫ് മാസിന്റെ വെലോസിറ്റി എത്രയാണെന്ന് ചോദിക്കാം. വെലോസിറ്റി ഓഫ് ദ സെൻറ്റർ ഓഫ് മാസ് നമുക്കറിയാം. വെലോസിറ്റി ഓഫ് ദ സെൻറ്റർ ഓഫ് മാസ് കണ്ടുപിടിക്കാൻ VCM. എന്താ ഇക്വേഷൻ? m1 v1 പ്ലസ് m2 v2 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2. ഇതാണ് വെലോസിറ്റി ഓഫ് ദ സെൻറ്റർ ഓഫ് മാസ് കണ്ടുപിടിക്കാനുള്ള ബേസിക് ഇക്വേഷൻ. ഇത് മോഷനാണ്, ഇൻ ടേംസ് ഓഫ് വെലോസിറ്റിയിലാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. സിസ്റ്റം മൂവ് ചെയ്യുന്നു, അങ്ങനെയാണെങ്കിൽ ആ സെൻറ്റർ ഓഫ് മാസിന്റെ വെലോസിറ്റി എത്ര? ഇതേപോലെ നമ്മളോട് ചോദിക്കാം വാട്ട് ഈസ് ദ ആക്സിലറേഷൻ ഓഫ് ദ സെൻറ്റർ ഓഫ് മാസ്. അപ്പോൾ ആക്സിലറേഷൻ ഓഫ് ദ സെൻറ്റർ ഓഫ് മാസ് പറയുമ്പോൾ എന്താ ഇക്വേഷൻ? ACM വിച്ച് ഈസ് ഈക്വൽ ടു m1a1 അല്ലേ, m1a1 പ്ലസ് m2a2 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻസ് ആണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ നിർബന്ധമായിട്ട് ഇങ്ങനത്തെ മോഷൻ ഓഫ് സെൻറ്റർ ഓഫ് മാസിൻ്റെയും അല്ലെങ്കിൽ സെൻറ്റർ ഓഫ് മാസുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തിട്ട് തന്നെ ഇനി എക്സാം ഹാളിൽ ചെല്ലാവുള്ളൂ. നമുക്ക് നിർബന്ധമായിട്ടും
പഠിച്ചു വെക്കാവുന്ന, വളരെ ഈസി ആയിട്ട് പഠിച്ചു വെക്കാവുന്ന ഐഡിയ ആണ്. ഇത് ക്ലിയർ ആണോ നിങ്ങൾക്ക്? അപ്പോൾ ഇതൊക്കെ ഒന്ന് നോക്കി വെക്കണം കേട്ടോ. യെസ്, അങ്ങനെയാണെങ്കിൽ ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞു, സെൻറ്റർ ഓഫ് മാസ് ഓഫ് എ കണ്ടിന്യൂസ് മാസ് സിസ്റ്റം. ഓൾറെഡി ഇൻട്രൊഡക്ഷൻ പറഞ്ഞ സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. കണ്ടിന്യൂസ് മാസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ ഒരു ഉദാഹരണം, ഒരു സിലിണ്ടറിക്കൽ ഷേപ്പുള്ള റോഡ് എടുത്തേ. ഒരു സിലിണ്ടറിക്കൽ ഷേപ്പുള്ള റോഡാണ് ഈ കാണുന്നത്. യെസ്, ഈ കാണുന്ന സിലിണ്ടറിക്കൽ ഷേപ്പുള്ള റോഡ് എടുത്താൽ ആ സിലിണ്ടറിക്കൽ ഷേപ്പുള്ള റോഡിന്റെ സെന്റർ ഓഫ് മാസ് എവിടെയാണെന്ന് ചോദിച്ചാൽ വിത്ത് റെസ്പെക്ട് ടു ആക്സിസ് നിങ്ങൾ നോക്കിക്കേ, ഈ കാണുന്ന എക്സാക്ട് ലൈൻ വരച്ചാൽ എക്സാക്ട് സെന്ററിലായിരിക്കും സെന്റർ ഓഫ് മാസ്. ടോട്ടൽ മാസ് അക്യുമുലേറ്റ് ചെയ്യുന്ന ഈ പോയിന്റിനാണ് സെന്റർ ഓഫ് മാസ് വിളിക്കുന്നത്. ഇനി നമ്മളൊരു ട്രയാങ്കുലർ ഷേപ്പ് എടുക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളാണ്. ഒരു ഇക്വലാറ്റർ ട്രയാങ്കിൾ ആണെന്ന് വിചാരിക്കുക. നമുക്കറിയാം അതിന്റെ സെന്റർ ഓഫ് മാസ് എവിടെ അക്യുമുലേറ്റ് ചെയ്യും? സെന്റർ ഓഫ് മാസ് അല്ലെങ്കിൽ ടോട്ടൽ മാസ് അക്യുമുലേറ്റ് ചെയ്യുന്ന പോയിന്റ് ഇവിടെ ആയിരിക്കും. ക്ലിയർ? അങ്ങനെ ഓരോ ഷേപ്പിനും ഉണ്ട്. അപ്പോൾ അത് ഡിഫറെൻറ്റ് ഷേപ്പുകളുണ്ട്. ഇതെല്ലാം 1 by 1 പറയൽ നടക്കില്ല. നിങ്ങളത് ഒന്ന് പഠിച്ചു വെച്ചിട്ടൊക്കെ വേണം എക്സാം ഹാളിൽ പോകാൻ. അങ്ങനെയാണെങ്കിൽ ഈ സെന്റർ ഓഫ് മാസ്, ആക്സിലറേഷൻ, വെലോസിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള 1-2 ക്വസ്റ്റ്യൻസ് നമുക്ക് പെട്ടെന്ന് നോക്കി വരാം. എന്താ ചോദിച്ചിരിക്കുന്നത്? 2 bodies of masses 1 kg and 3 kg having position vectors I plus 2j plus k and minus 3i minus 2j plus k. The center of mass of the system has position vector. അങ്ങനെയാണെങ്കിൽ ഈ സിസ്റ്റത്തിന്റെ പൊസിഷൻ വെക്ടറിന്റെ സെന്റർ ഓഫ് മാസ് എന്താ നമ്മൾ പഠിച്ചിരിക്കുന്നത്? അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, ഇതാണ് നമ്മുടെ ഫസ്റ്റ് മാസ് m1, ഇതാണ് നമ്മുടെ സെക്കൻഡ് മാസ് m2. ഫസ്റ്റ് മാസിന്റെ പൊസിഷൻ വെക്ടർ ആണ് r1, സെക്കൻഡ് മാസിന്റെ പൊസിഷൻ വെക്ടർ ആണ് r2. കണ്ടോ, m1 m2 r1 r2 നമുക്ക് തന്നിട്ടുണ്ട്. സോ നമുക്ക് ഇവിടുന്ന് പറയാം RCM which is equal to എന്താ? m1 r1 അല്ലേ? m1 r1 plus m2 r2 divided by total mass m1 plus m2 which is equal to m1 എന്ന് പറയുന്നത് 1 kg ആണ്. r1 എന്ന് പറയുന്നത് I plus 2j plus k ആണ്. പ്ലസ് m2 എന്ന് പറയുന്നത് 3 kg ആണ്. r2 minus 3i minus 2j plus k ആണ്. ഡിവൈഡഡ് ബൈ m1 plus m2. 3 plus 1 4 ആണ്. 3 plus 1 4 ആണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? ഇതകത്തോട്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്നാ കിട്ടും? I plus 2j plus k minus 9i minus 6j plus 3k എന്ന് കിട്ടും അല്ലേ? ഇനി ഇതൊന്ന് ആഡ് ചെയ്താൽ I ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഇവിടെ ഒരു I ഉണ്ട്, ഇവിടെ -9i ഉണ്ട്. കറസ്പോണ്ടിങ് I ടേമുകൾ, J ടേമുകൾ, K ടേമുകൾ ആഡ് ചെയ്താൽ മതി. നമുക്കറിയാവുന്ന കാര്യം. അപ്പോൾ ഇത് എത്ര വരും? സോറി, ഇവിടെ ക്ഷമിക്കണേ, ഇവിടെ ഡിവൈഡഡ് ബൈ ഒരു 4 ഉണ്ട് ഡിനോമിനേറ്ററിൽ അല്ലേ? അപ്പോൾ എന്നാ കിട്ടും? I minus 9i minus 8i അല്ലേ? ഇവിടെ എഴുതി കൺജസ്റ്റഡ് ആക്കണ്ട, ഞാൻ ഇവിടോട്ട് എഴുതാം അല്ലേ? വിച്ച് ഇസ് ഈക്വൽ ടു -8i. അടുത്തത് 6ഉം 2jയും, അപ്പം -6j പ്ലസ് 2j ആണ്. അപ്പം -4i അല്ല സോറി 4j. അടുത്തത് 3ഉം ആണ്, 3ഉം 1ഉം ആണ്. അപ്പം പ്ലസ് 4k ഡിവൈഡഡ് ബൈ 4. അപ്പം ഡിവൈഡഡ് ബൈ 4 ത്രൂ ഔട്ട് 4 കൊണ്ട് ഡിവൈഡ് ചെയ്തേ. അപ്പം എന്നാ വരും? -2i -j പ്ലസ് k. -2i -j പ്ലസ് k ഓപ്ഷൻ ബി എടുക്കുക. സിമ്പിളായിട്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ക്ലിയർ ആണോ? ഇത് ക്ലിയർ ആണോ? സിമ്പിളായിട്ട് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. യെസ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം മക്കളെ. എന്താ ചോദിച്ചിരിക്കുന്നത്? ദ സെന്റർ ഓഫ് മാസ് കോർഡിനേറ്റ് ഓഫ് എ ബ്ലോക്ക് ഓഫ് ഷേപ്പ് ഷോൺ ഇൻ ഫിഗർ. ഈ കാണുന്ന L ഷേപ്ഡ് ബോഡിയുടെ സെന്റർ ഓഫ് മാസ് കണ്ടുപിടിക്കണം. ശ്രദ്ധിച്ചിരിക്കുക.
ആക്ച്വലി എൽ ഷേപ്പ് എന്ന് പറയുമ്പോഴും നമുക്ക് അതിനെ ഒരു റെഗുലർ ഷേപ്പിലേക്ക് കൊണ്ടുവരാം. ഒരു സർക്കിൾ ആയിട്ടോ റെക്റ്റാങ്കിളോ സ്ക്വയറോ അങ്ങനെയൊക്കെ ആക്കാം. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഇതാ ഈ കാണുന്ന യെസ്, നിങ്ങൾ നോക്കിക്കേ, ഇപ്പൊ അതൊരു റെഗുലർ ഷേപ്പാണ്. അത് നിങ്ങളുടെ ഫസ്റ്റ് ബോഡി ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യുക. അതായത് ഇതാണ് നിങ്ങളുടെ ഫസ്റ്റ് മാസ് M1. അടുത്തത് നിങ്ങൾ ഇവിടെ നോക്കിക്കേ, അടുത്തത് നിങ്ങൾ ഇത് നിങ്ങളുടെ സെക്കൻഡ് മാസ് ആയിട്ട് കൺസിഡർ ചെയ്യുക. ഇത് സെക്കൻഡ് മാസ് ആണ്. നിങ്ങൾക്ക് എന്തെടുക്കാം, M2 എന്ന് വിളിക്കാം. ക്ലിയർ ആണല്ലോ. ഒന്നാമത്തെ മാസ് M1, അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് ഇവിടെ വരും, C1 എന്ന് വിളിക്കാം. രണ്ടാമത്തെ ആളുടെ സെൻറ്റർ ഓഫ് മാസ് ഇവിടെ വരും, C2 എന്ന് വിളിക്കാം. C1ൻ്റെ കോർഡിനേറ്റ്സ് ഒന്ന് പറഞ്ഞേ. C1ൻ്റെ കോർഡിനേറ്റ്സ് നിങ്ങൾ നോക്ക്, ഇതെല്ലാണ്. അപ്പോൾ ഈ ദൂരം എന്ന് പറയുന്നത് L/2 ആണ്. അപ്പോൾ എക്സ് കോർഡിനേറ്റ് L/2 എന്ന് കിട്ടി. ഇനി Y കോർഡിനേറ്റ് ഇതെല്ലാണ്. അപ്പോൾ ഇത് L/2 ആണ്. അപ്പോൾ ഈ ദൂരം എന്ന് പറയുന്നത് L/4 ആണ്. അപ്പോൾ Y കോർഡിനേറ്റ് നമുക്ക് L/4 എന്ന് കിട്ടും. അതുപോലെ C2 എടുക്കാൻ പോവാം, രണ്ടാമത്തെ മാസിൻ്റെ XY കോർഡിനേറ്റുകൾ. നിങ്ങൾ നോക്കിക്കേ, ഈ ദൂരം L/2 ആണ് അല്ലേ, ഇത് L/2 ഇത് L/2 അല്ലേ, അതിൽ ഈ ബ്ലോക്ക് ഇത്രയല്ലേ ഉള്ളൂ. അപ്പോൾ ഈ ദൂരം L/2 ആണ്. മൊത്തം L/2 ആണെങ്കിൽ ഈ ദൂരം L/4 ആണ്. ആ ദൂരം L/4 ആണ്. ഇനി അതുപോലെ Y ആക്സിസിൽ നിന്നുള്ള ഈ ദൂരമാണല്ലോ എക്സ് കോർഡിനേറ്റ്, ഈ ദൂരമാണല്ലോ Y കോർഡിനേറ്റ്. Y കോർഡിനേറ്റ് എത്ര വരും? ഇത് മൊത്തം L/2 ആണ്. അതിൻ്റെ കൂടെ ഒരു L/4 കൂടെ ആഡ് ആവും അല്ലേ, സത്യമല്ലേ? ഇത് L/2 ആണ്. ഈ കാണുന്ന ദൂരം L/4 ആണ്. അപ്പോൾ L/2 പ്ലസ് L/4 എന്ന് പറയുന്നത് 3L/4 ആണ് അല്ലേ, 3L/4 ആണ്. യെസ് അല്ലേ, കറക്റ്റ് അല്ലേ? യെസ്. ഇനിയും നമുക്കറിയാം XCM സെൻറ്റർ ഓഫ് മാസ് കാണണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്ന ഒരു ഇക്വേഷൻ ആണ് ഇൻ ടേംസ് ഓഫ് മാസ് അല്ലെ ഇൻ ടേംസ് ഓഫ് ഏരിയ. ഇത് ഏരിയ വെച്ച് ചെയ്യാൻ പറ്റും. കാര്യം എന്താ, ഇതിൻ്റെ ലെങ്തും ബ്രെഡ്ത്തും ഒക്കെ ഉണ്ട്. പക്ഷെ അത്രയൊന്നും ലെങ്തും ബ്രെഡ്ത്തും വെച്ച് ഇനി ഏരിയ ഒന്നും കണ്ടുപിടിക്കാൻ നിൽക്കേണ്ട. നിങ്ങളിവിടെ നോക്കിക്കേ, ഈ കാണുന്ന ഷേപ്പിൻ്റെ ഡബിൾ സൈസ് അല്ലേ ഈ താഴെ കാണുന്നത്, ഡബിൾ ആണ്. അതായത് ഈ M2 മാസ് നിങ്ങൾ M എന്ന് അസ്യൂം ചെയ്താൽ, M2 മാസ് M ആണെന്ന് അസ്യൂം ചെയ്താൽ M1 മാസ് 2M ആണെന്ന് നിങ്ങൾക്ക് അസ്യൂം ചെയ്യാം, 2M ആണെന്ന് അസ്യൂം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് XCM എഴുതാം. XCM ഈക്വൽ ടു M1 X1. അപ്പോൾ ഇത് C1 C2 ഒക്കെയാണ്. M1 X1, M1 ആരാ? 2M ഇൻറ്റു X1 ആണ് ഈ കാണുന്ന L/2. M1 X1 പ്ലസ് M2 എന്ന് പറയുന്നത് M ആണ്, ഇൻറ്റു X2 എന്ന് പറയുന്നത് ഈ കാണുന്നതാണ്, അത് L/4 ആണ്. ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് എന്ന് പറഞ്ഞാൽ 2M പ്ലസ് M, ദാറ്റ് ഈസ് ഈക്വൽ ടു 3M. അപ്പോൾ നിങ്ങൾ ഇനി ഇവിടെ നോക്കിക്കേ, ഇവിടുന്ന് ഒരു M കട്ട് ചെയ്യാം അല്ലേ. അതേപോലെ ഇവിടുന്ന് ഒരു L/2ൻ്റെ 2ഉം കട്ട് ചെയ്യാം. അപ്പം ന്യൂമറേറ്റർ എത്ര വന്നു? L പ്ലസ് L/4, ദാറ്റ് ഈസ് ഈക്വൽ ടു 4L പ്ലസ് L, ദാറ്റ് ഈസ് ഈക്വൽ ടു 5L/4 divided by 3, that is equal to 5L/5L/12. 3 × 4 12, 12 എന്ന് കിട്ടും. 5L/12. ഇതേപോലെ തന്നെ YCM കാൽക്കുലേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. YCM നിങ്ങൾ ചെയ്ത് നോക്കുമെന്ന് വേണ്ട, YCM കൂടെ ഞാൻ ചെയ്യാം. YCM M1 എന്ന് പറയുന്നത് 2M ആണ്, ഇൻറ്റു Y1 that is L/4, കണ്ടോ L/4, Y1 L/4 പ്ലസ് M2 എന്ന് പറയുന്നത് അഗെയിൻ M ആണ്, Y2 that is equal to 3L/4 divided by again total mass that is equal to again 3M ആണ്. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 5L/12 എന്ന് തന്നെ കിട്ടും. ബാക്കിയൊന്നും ഞാൻ ചെയ്യുന്നില്ല. ഇത് ചെയ്യാത്ത എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾക്ക് ആൻസർ ആവും. വളരെ ഈസി ആയിട്ട് ഏതെടുക്കാം? ഓപ്ഷൻ ബി എടുക്കാവുന്നതാണ്. ക്ലിയർ ആണോ? ഇത് ക്ലിയർ ആണോ? യെസ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താ ചോദിച്ചിരിക്കുന്നത്? 2 masses 3M and M are suspended from a light frictionless pulley. അതായത് ഇവന്റെ ആക്സിലറേഷൻ താഴോട്ടായിരിക്കും, A1 എന്ന് വിളിക്കാം. ഇവന്റെ ആക്സിലറേഷൻ മുകളിലോട്ടായിരിക്കും, A2 എന്ന് വിളിക്കാം. ആക്ച്വലി ലോസ് ഓഫ് മോഷനിലൊക്കെ പഠിക്കുന്നതായിട്ട് കണക്ട് ചെയ്തിട്ട് നമുക്ക് എടുക്കാവുന്ന ഒരു ഇക്വേഷൻ ആണ്. നിങ്ങൾക്കറിയാം ഈ A1 A2 ഒക്കെ നമ്മളിങ്ങനെ എഴുതുന്നെങ്കിലും A1 A2 ഒക്കെ കണക്റ്റഡാണ്. അപ്പോൾ അതുകൊണ്ട് A1 ആരോട് ഇക്വലൻ്റാ? എയോട് ഇക്വലൻ്റാ. A2 ആരോട് ഇക്വലൻ്റാ? എയോട് ഇക്വലൻ്റാ. ബിക്കോസ് ഇറ്റ് ഇസ് എ കണക്റ്റഡ് സിസ്റ്റം, സെയിം ആക്സലറേഷൻ ആണ്. പിന്നെ ഒരാൾ മുകളിലോട്ടായതുകൊണ്ട്
മറ്റേ ആൾ താഴോട്ടായതുകൊണ്ടും ഡിറക്ഷൻ ഉള്ളതുകൊണ്ട് ചുമ്മാ A1 A2 എന്ന് വിളിച്ചാൽ നമ്മളോട് ചോദിച്ചാൽ എന്ത് കാണാനാണ്? ഈ സെറ്റ് ടു ഫ്രീ അങ്ങനെയാണ് സെന്റർ ഓഫ് മാസിന്റെ ആക്സിലറേഷൻ എത്ര എന്ന് കാണാനാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ആക്ച്വലി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് മാസ് ഈ ഗ്രേറ്റർ മാസാന്ന് എടുക്കാം, M1. ഓക്കെ, ഫസ്റ്റ് മാസ് ഈ ഗ്രേറ്റർ മാസാന്ന് അസ്യൂം ചെയ്യുക. അതായത് ഇതാണ് M1, അപ്പോൾ ഇതെന്ന് പറയുന്നത് M2 ആണ്. അങ്ങനെയാണെങ്കിൽ ഡയറക്റ്റ് ആക്സലറേഷൻ കാണാൻ നിങ്ങൾ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ഞാൻ അതിന്റെ ഡെറിവേഷനിലേക്കൊന്നും പോകുന്നില്ല, നമുക്ക് അതിനിപ്പോൾ സമയമില്ലാത്തതുകൊണ്ടാണ്. എന്തായിരുന്നു ആക്സലറേഷൻ ഇക്വേഷൻ? ഓർമ്മയുണ്ടോ? ആക്സലറേഷൻ ഓഫ് സെന്റർ ഓഫ് മാസ് ഇൻ എ സിമ്പിൾ പുള്ളി. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? M1 മൈനസ് M2 ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു G. ദ ഹോൾ സ്ക്വയർ ഇൻറ്റു G. ക്ലിയർ ആണോ? അപ്പോൾ എന്നാ വരും? M1 എന്ന് പറയുന്നത് 3m ആണ്, M2 m ആണ്. ഡിഫറൻസ് എടുക്കുമ്പോൾ ന്യൂമറേറ്ററിൽ 2m എന്ന് കിട്ടും. ഡിവൈഡഡ് ബൈ സം എടുക്കുമ്പോൾ എത്ര കിട്ടും? 4m എന്ന് കിട്ടും. ദ ഹോൾ സ്ക്വയർ ഇൻറ്റു G. ഇവിടെ നിങ്ങൾക്ക് ആരെ കട്ട് ചെയ്യാം? m രണ്ടും കട്ട് ചെയ്യാം. 2/4 1/2 ആണ്. 1/2ന്റെ സ്ക്വയർ എടുത്താൽ 1/4 ആണ്. സോ ഫൈനൽ ആൻസർ ഈസ് G/4. ഓപ്ഷൻ സി എടുക്കുക. ഓപ്ഷൻ സി എടുക്കുക. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക, ഈ ഇക്വേഷൻ കാണാതെ അറിയാമെങ്കിലേ നമുക്ക് ഇങ്ങനെ ഡയറക്റ്റ് ചെയ്യാൻ പറ്റും. ഇത് അറിയില്ല, നമ്മൾ ഏത് ഇക്വേഷൻ എടുക്കും? ആക്സിലറേഷൻ ഓഫ് സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് M1 A1 മൈനസ് M2 A2 ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2. എന്താ പ്ലസും മൈനസും ഒക്കെ എടുത്തേ? ഗ്രേറ്റർ മാസ് താഴോട്ട് വരുന്ന ആക്സലറേഷൻ നിങ്ങൾ പോസിറ്റീവ് എടുത്താൽ ഈ ലോവർ മാസ് ഇത് എന്തെടുക്കണം? നെഗറ്റീവ് എടുക്കണം. മുകളിലോട്ട് പോകുന്ന ആളെ നെഗറ്റീവ് എടുക്കും. ക്ലിയർ? കാരണം സെന്റർ ഓഫ് മാസ് എങ്ങോട്ട് വരും? ഗ്രേറ്റർ മാസ് 3m ആണ്. നമുക്കറിയാം ഹയസ്റ്റ് മാസ് എങ്ങോട്ടാണോ അതിന്റെ നിയർ ബൈ ആയിരിക്കും സെന്റർ ഓഫ് മാസ്. ഇവിടെ 3m എന്ന് പറയുന്ന മാസ് താഴോട്ടാണ്, അപ്പൊ സെന്റർ ഓഫ് മാസും താഴോട്ടാണ്. അപ്പൊ സെന്റർ ഓഫ് മാസിന്റെ ഡിറക്ഷനിലുള്ള ഈ ആക്സലറേഷൻ പോസിറ്റീവ് ആയിട്ട് എടുത്ത് ഇത് അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് നെഗറ്റീവ് എടുത്തു. അത്രേ ഉള്ളൂ. ക്ലിയർ? അപ്പൊ ഇതൊക്കെ പഠിച്ചു വെക്കാവുന്നതേ ഉള്ളൂ. സിമ്പിൾ ലോജിക്കിൽ നമുക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ഉറപ്പായിട്ടും എന്ത് ചെയ്യുക? കൃത്യമായി പ്രാക്ടീസ് ചെയ്യുക. ക്ലിയർ? യെസ്. അങ്ങനെയെങ്കിൽ നമുക്ക് രസകരമായ അടുത്തൊരു ടോപ്പിക്കിലേക്ക് പോകാം. മൊമെന്റ് ഓഫ് ഇനർഷ്യ. സെന്റർ ഓഫ് മാസിനെ പറ്റി അത്യാവശ്യ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു, പക്ഷെ കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. വാട്ട് ഈസ് മൊമെന്റ് ഓഫ് ഇനർഷ്യ? നമുക്കറിയാം മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ലോസ് ഓഫ് മോഷനിൽ ഇനർഷ്യ പഠിക്കുന്നുണ്ട്. വാട്ട് ഈസ് ഇനർഷ്യ? ഇനർഷ്യ എന്താണെന്ന് പഠിച്ചേക്കുന്നത്? ഇനർഷ്യ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ടെൻഡൻസി ടു മൂവ് ഓർ ടെൻഡൻസി ടു ബി അറ്റ് റെസ്റ്റ്. അതായത് ഒരു സിസ്റ്റം എന്തിൽ തുടരുന്നോ അത് കണ്ടിന്യൂ ചെയ്യാൻ അതിന് ആഗ്രഹം ഉണ്ടാവും. മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറഞ്ഞാൽ ടെൻഡൻസി ടു റൊട്ടേറ്റ്. ഒരു ബോഡിക്ക് റൊട്ടേറ്റ് ചെയ്യാനാണ് ടെൻഡൻസി എങ്കിൽ ആ ആക്സിസിനെ ബേസ് ചെയ്തിട്ട് അതിനെ റൊട്ടേറ്റ് ചെയ്യാൻ എപ്പോഴും ഒരു ടെൻഡൻസി ഉണ്ട്. റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾ റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് തന്നെ ആയിരിക്കും. എപ്പോൾ വരെ? വെൻ ആൻ എക്സ്റ്റേണൽ ടോർക്ക് അപ്ലൈഡ് ഓൺ ഇറ്റ്. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഒരു ആക്സിസ് ആണിത്. നമുക്ക് ഇവനെ ആക്സിസ് ഓഫ് റൊട്ടേഷൻ എന്ന് വിളിക്കാം. ഈ ആക്സിസ് ഓഫ് റൊട്ടേഷനിൽ നിന്നും ഒരു r ഡിസ്റ്റൻസ് അകലെ ഞാൻ ഇവിടെ ഒരു മാസ് കണ്ടിരിക്കുന്നു. അവന്റെ മാസ് ആണ് m. സപ്പോസ് ഈ മാസ് ഒരു ഒമേഗ ആംഗുലർ വെലോസിറ്റിയിൽ ഇങ്ങനെ കിടന്ന് റൊട്ടേറ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അതായത് ഇങ്ങനെ ഒരു സർക്കുലർ പാത്തിൽ കൂടി. അങ്ങനെയാണെങ്കിൽ അവന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് ആക്സിസ്, ആ ആക്സിസിനെ ബേസ് ചെയ്തിട്ടുള്ള അവന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ് ഇൻറ്റു ഡിസ്റ്റൻസ് സ്ക്വയർ ആണ്. മാസിനെ ഡിസ്റ്റൻസിന്റെ സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ n മാസുകൾ ഉണ്ടെങ്കിൽ ഓരോ മാസുകളെയും ഡിസ്റ്റൻസിന്റെ സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അവരെ എല്ലാം കൂടെ ആഡ് ചെയ്യുക. ക്ലിയർ ആണോ? മാസ് ഇൻറ്റു ഡിസ്റ്റൻസ് സ്ക്വയർ. മൊമെന്റ് ഓഫ് ഇനർഷ്യം സെന്റർ ഓഫ് മാസിന്റെ ഇക്വേഷനോടെ തെറ്റിപ്പോരുത്. സെന്റർ ഓഫ് മാസിന്റെ ഇക്വേഷന്റെ ഡിനോമിനേറ്ററിൽ താഴെ എന്ത് വരും? ആ താഴെ മാസിന്റെ സമ്മേഷൻ വരും. അപ്പൊ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു ഡിസ്റ്റൻസ് സ്ക്വയർ ആണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട 2-3 കാര്യങ്ങൾ. അവിടുന്ന് നമ്മൾ പഠിച്ചൊരു ടേമാണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ. റേഡിയസ് ഓഫ് ഗൈറേഷൻ ഓർമ്മയുണ്ടെന്നിരിക്കും. റേഡിയസ് ഓഫ് ഗൈറേഷൻ അതായത് n നമ്പർ ഓഫ് പാർട്ടിക്കിൾ മാസുകൾ, ഇങ്ങനെ n മാസുകൾ. ഇവിടെ ഒരു മാസ് ഉണ്ട്, ഇവിടെ ഒരു മാസ് ഉണ്ട്, ഇവിടെ ഒരു മാസ് ഉണ്ട്, ഇവിടെ ഒരു മാസ് ഉണ്ട്. അപ്പൊ ഈ ഫസ്റ്റ് മാസിലേക്കുള്ള ദൂരം r1, ഈ nth മാസിലേക്കുള്ള ദൂരം rn ആണെങ്കിൽ നമ്മൾ പഠിക്കുന്നുണ്ട് ടോട്ടൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദ സിസ്റ്റം എന്ന് പറയുന്നത് m1 r1 സ്ക്വയർ പ്ലസ് m2 r2 സ്ക്വയർ പ്ലസ്
എക്സെട്ര അപ് ടു mn(rn²) ആയിരിക്കും. mn(rn²) ആയിരിക്കും. അവിടുന്ന് ഈ ഡിസ്റ്റൻസുകളുണ്ടല്ലോ r1² r2² പ്ലസ് എക്സെട്ര അപ് ടു rn², എന്നിട്ട് അതിന്റെ റൂട്ട് എടുക്കുക, അതിന്റെ ആവറേജ് എടുക്കുക ഡിവൈഡഡ് ബൈ n, എന്നിട്ട് അതിന്റെ റൂട്ട് എടുക്കുക, അതായത് റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ എന്ന് പറയും. ഈ കിട്ടുന്ന വാല്യൂവിനെ വിളിക്കുന്ന പേരാണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ. റേഡിയസ് ഓഫ് ഗൈറേഷൻ അതൊക്കെ പഠിച്ചു വെക്കുക, നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം. അതുപോലെ നിങ്ങൾക്കറിയാം മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ കണ്ടിന്യൂസ് മാസ് സിസ്റ്റം. ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള മാസ് എടുക്കുകയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു റിങ് എടുക്കുന്നു, ഇതൊരു റിങ് ആണെന്ന് വിചാരിക്കുക. റിങ് എന്താ മൊമെന്റ് ഓഫ് ഇനർഷ്യ? mr². ഇനി ഒരു ഡിസ്ക് ആണെന്ന് അസ്യൂം ചെയ്യുക. ഡിസ്ക് എന്താണ് മൊമെന്റ് ഓഫ് ഇനർഷ്യ? mr²/2. അപ്പൊ എനിക്ക് അവിടുന്ന് അടുത്ത ഒരു കാര്യം പഠിച്ചു വെക്കാം. മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ഡിസ്ക് എന്ന് പറയുന്നത് മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് റിങ്ങിന്റെ പകുതിയാണ്. ഇതൊക്കെ റെഗുലർ ബോഡിയുടെ കാര്യമാണ് പറയുന്നത്. കാരണം റിങ്ങിൻ്റെത് mr², ഡിസ്കിൻ്റെത് mr²/2 ആണ്. അങ്ങനെ ഓരോ ബോഡികളുടെ നമ്മൾ ബൈ ഹാർട്ട് ചെയ്തിരിക്കണം. പിന്നെ നമ്മൾ ഈ മൊമെന്റ് ഓഫ് ഇനർഷ്യ ആയിട്ട് അസോസിയേറ്റ് ചെയ്ത് പഠിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റ് ആണ് പാരലൽ ആക്സിസ് തിയറവും പെർപെൻഡിക്കുലർ ആക്സിസ് തിയറവും. നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. ഓർമ്മയുണ്ടോ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം? എന്താ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം നിങ്ങളോട് പറയുന്നത്? പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം എന്താ പറയുന്നത്? ഓർമ്മയുണ്ടോ? അതായത് എനിക്കിപ്പോൾ സപ്പോസ് ഇതൊരു ഡിസ്കാന്ന് വിചാരിക്കുക. ഇതൊരു ഡിസ്കാന്ന് വിചാരിക്കുക. ഈ ഡിസ്കിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ നോക്കിക്കേ, ഇവിടെ ഞാനൊരു ആക്സിസ് വരച്ചു, എക്സ് ആക്സിസ്. ഇവിടെ ഞാനൊരു ആക്സിസിനെ വരച്ചു, വൈ ആക്സിസ്. ഇത് എക്സ് ആക്സിസ് ആണ്, ഇത് വൈ ആക്സിസ് ആണ്. ഇതിന്റെ സെൻറ്ററിൽ കൂടെ ഇതാ ഞാൻ ഇങ്ങനെ ഇൻടു ദ പ്ലെയിനിൽ ഒരു സെഡ് ആക്സിസും വരച്ചു. ഇതാ ഈ കാണുന്നതാണ് സെഡ് ആക്സിസ്. നമുക്കറിയാം ഈ റിങ് ഈ സെഡ് ആക്സിനെ ബേസ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് സെഡ്, ഐ സെഡ് എന്ന് വിളിക്കാം. ഈ എക്സ് ആക്സിസിനെ ബേസ് ചെയ്ത് അതിനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. അതിനെ ഐ എക്സ് എന്ന് വിളിക്കാം. വിത്ത് റെസ്പെക്ട് ടു വൈയിലുള്ളതിനെ ഐ വൈ എന്ന് വിളിക്കാം. നിങ്ങൾ ഓർത്ത് വെക്കുക, ഈ 2 ഡയമെൻഷണൽ ബോഡീസിൽ മാത്രമേ ആരെ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതായത് 2 ഡയമെൻഷണൽ ബോഡീസ്, അതിൽ മാത്രമേ നമ്മൾ ആരെ അപ്ലൈ ചെയ്യാറുള്ളൂ? പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം അപ്ലൈ ചെയ്യത്തുള്ളൂ. പെർപെൻഡിക്കുലർ ആക്സിസ് തിയറത്തിന്റെ റൂൾ എന്താണ്? ഈ ആക്സിസുകളെല്ലാം മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കണം. ശരിയാണ്, എക്സ് വൈ സെഡ് ആക്സിസുകൾ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. അതില് ആ ബോഡിക്ക് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആക്സിസ് ആരാ? ബോഡിക്ക് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആക്സിസ് എന്ന് പറയുന്നത് ഈ കാണുന്ന ഐ സെഡ് ആണ്. ബോഡിക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് ബോഡി കൂടി ഇങ്ങനെ പെനിട്രേറ്റ് ചെയ്ത് കയറി പോകുന്ന ആള്. അങ്ങനെയാണെങ്കിൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് സെഡ് എന്ന് പറയുന്നത് മൊമെന്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് എക്സ് ആൻഡ് മൊമെന്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് വൈ അവരുടെ സം ആയിരിക്കും. മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് സെഡ് വിത്ത് റെസ്പെക്ട് ടു സെഡ് ആക്സിസിലുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത് വിത്ത് റെസ്പെക്ട് ടു എക്സിലെയും വിത്ത് റെസ്പെക്ട് ടു വൈയിലെയും മൊമെന്റ് ഓഫ് ഇനർഷ്യയുടെ സം ആയിരിക്കും. പഠിച്ചിട്ടുള്ളത് നിങ്ങൾ. ഇതേപോലെ തന്നെ നമ്മൾ പഠിച്ച മറ്റൊരു തിയറമാണ് പാരലൽ ആക്സിസ് തിയറം. പാരലൽ ആക്സിസ് തിയറം എന്താ പറയുന്നത്? ഒന്നുമില്ല, ഇപ്പൊ ഈ കാണുന്ന ഒരു റോഡാണെന്ന് വിചാരിക്കുക. ആ റോഡിന്റെ സെന്റർ ഓഫ് മാസ് ആണ് ഈ പോയിന്റ്. ആ സെന്റർ ഓഫ് മാസിൽ കൂടെ പോകുന്ന ആക്സിസ് ആണിത്. ഈ ആക്സിസിനെ ബേസ് ചെയ്തിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ ആണ് ICM. മൊമെന്റ് ഓഫ് ഇനർഷ്യ വിത്ത് റെസ്പെക്ട് ടു സെന്റർ ഓഫ് മാസ്. ആ റോഡിനെ ബേസ് ചെയ്തിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ ആണ് ICM. നമുക്കറിയാം ഒരു റോഡിന്റെ സെൻട്രൽ ആക്സിസുമായിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ അല്ലെങ്കിൽ സെന്റർ ഓഫ് മാസിലുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത് ml²/12 ആണ്. പിന്നെ പാരലൽ ആക്സിസ് തിയറത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 1 ഡയമെൻഷൻ 2 ഡയമെൻഷൻ 3 ഡയമെൻഷണൽ ബോഡി ഏത് ബോഡിയിലും ഇത് ആപ്ലിക്കബിൾ ആണ്. സപ്പോസ് എനിക്ക് ഇതാണ്ട് ഈ കാണുന്ന എൻഡ് പോയിന്റിന്റെ ആക്സിസ് വെച്ചിട്ടുള്ള ആ റോഡിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കണം. നമുക്കറിയാം ഒരു ആക്സിസ് വെച്ചിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് ആക്സിസിൽ ആ ബോഡി റൊട്ടേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ അസ്യൂം ചെയ്യും. അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു ആക്സിസ് കൺസിഡർ ചെയ്യും. ഈ ആക്സിസിനെ ബേസ് ചെയ്തിട്ടാണ് ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നതെന്ന് വിചാരിക്കും. അതാണ് ICM അല്ല, I ഡാഷ് എന്ന് വിളിക്കാം. ഇത് സെന്റർ ഓഫ് മാസിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് ICM. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആ I ഡാഷ് ആണ്. ഈ കാണുന്ന ദൂരം, ഈ ആക്സികൾ തമ്മിലുള്ള പെർപെൻഡിക്കുലർ ദൂരമാണ് ഡിസ്റ്റൻസ് D എന്ന് വിളിക്കാം. അങ്ങനെയാണെങ്കിൽ എന്താ പറയുന്നത്? ആ വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് ആക്സിസ് I ഡാഷിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത് ICM. സെന്റർ ഓഫ് മാസിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യയോട് കൂടി ഈ റോഡിന്റെ മാസ് M ആണെങ്കിൽ ആ മാസിനെയും ആ ആക്സിസുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസിന്റെ സ്ക്വയർ കൂടെ
മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇതാണ് അവിടുത്തെ ടോട്ടൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ ബൈ പാരലൽ ആക്സിസ് തിയറം. പാരലൽ ആക്സിസ് തിയറം ഇങ്ങനെയാണ് പറയുന്നത്. ക്ലിയർ ആണോ? സെറ്റ് അല്ലേ? യെസ്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? four point masses each of mass m are placed at a corner of a square of side ABCD. Okay, the moment of inertia of the system about an axis passes through A and parallel to BD. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ഇവിടെ നിങ്ങൾ നോക്കിക്കേ, 4 point masses. അപ്പൊ ഇങ്ങനെ ഒരു സ്ക്വയർ ആണ്. ഈ സ്ക്വയറിന്റെ 4 കോർണറിലായിട്ട് ഇങ്ങനെ പോയിന്റ് മാസുകൾ ഇരിപ്പുണ്ട്. ഈ ക്വസ്റ്റ്യനകത്ത് അവർ പറഞ്ഞു ആ സ്ക്വയറിന്റെ നെയിം എന്താ? ABCD ഓഫ് സൈഡ് L ആണ്. ദ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദ സിസ്റ്റം അബൌട്ട് ആൻ ആക്സിസ് പാസസ് ത്രൂ A. ഇപ്പൊ ഇതാണ് A, ഇത് B, ഇത് C, ഇത് D. അപ്പൊ പാസസ് ത്രൂ A എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ പാസ് ചെയ്യാം? ഇങ്ങനെ പാസ് ചെയ്യാം, ഇങ്ങനെ പാസ് ചെയ്യാം, ഇങ്ങനെ പാസ് ചെയ്യാം, അങ്ങനെ പല രീതിയിൽ പാസ് ചെയ്യാം. പക്ഷെ ചുമ്മാതെ പാസ് ചെയ്താൽ പോരാ. പാസസ് ത്രൂ A ആൻഡ് പാരലൽ ടു BD. ഏതാ BD? BD എന്ന് പറയുന്നത് ഇതാണ് BD. അപ്പൊ അതിന് പാരലായിട്ട് A കൂടെ പോകണമെന്ന് പറയുമ്പോൾ ഇങ്ങനെ വേണം പാസ് ചെയ്യാൻ, ഇങ്ങനെ വേണം പാസ് ചെയ്യാൻ. ഇനി ഈ സിസ്റ്റം എങ്ങനെ റൊട്ടേറ്റ് ചെയ്യും? ഇങ്ങനെ കിടന്ന് റൊട്ടേറ്റ് ചെയ്യണം. ഈ മൊമെന്റ് ഓഫ് ഇനർഷ്യ ആണ് കണ്ടുപിടിക്കുന്നത്. നമുക്കറിയാം മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത് മാസ് ഇൻറ്റു ഡിസ്റ്റൻസ് സ്ക്വയർ ആണ്. മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത് മാസ് ഇൻറ്റു ഡിസ്റ്റൻസ് സ്ക്വയർ ആണ്. എയിലിരിക്കുന്ന മാസ് m ആണ്, പക്ഷേ ഡിസ്റ്റൻസ് ഇല്ല. കാര്യം അത് ആക്സിസിലാണ് ഇരിക്കുന്നത്, 0 ആയി പോകും. ഇനി അടുത്ത 2 മാസുകളിലേക്ക് നിങ്ങൾ നോക്കിക്കേ. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ഏത് ഡിസ്റ്റൻസ് ആണ് എടുക്കേണ്ടത്? ആക്സിസിൽ നിന്നുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് എടുക്കേണ്ടത്. ചിലർ സാധാരണ ഈ ഡിസ്റ്റൻസ് ഒക്കെ എടുത്തു വെക്കും. അങ്ങനെ എടുക്കരുത്. നമ്മൾ ഏത് ഡിസ്റ്റൻസ് എടുക്കണം? നമ്മളിതാ ഈ കാണുന്ന ഡിസ്റ്റൻസ് വേണം എടുക്കാൻ. ഈ കാണുന്ന ഡിസ്റ്റൻസ്. കാര്യം BD എന്ന് പറയുന്ന ആ ലൈനിലേക്കുള്ള കാര്യം ഈ ദൂരമാണ്. ഈ ദൂരം അതാണ് ആക്സിലേക്കുള്ള പെർപെൻഡിക്കുലർ ദൂരം. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ആ ദൂരം എത്രയാ? നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. ഇതെല്ലാണ്. അങ്ങനെയാണെങ്കിൽ ഈ ടോട്ടൽ ലെങ്ത് എത്രയാ? ഈ ടോട്ടൽ ലെങ്ത് √2L ആണ്. ടോട്ടൽ ലെങ്ത് √2L ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ലെങ്ത് എത്രയാ? ഈ ലെങ്ത് ഈ ഹാഫ് ലെങ്ത് എന്ന് പറയുന്നത് √2L പകുതി. അത് L/√2 ആണ്. ആണ്. കണ്ടോ? അപ്പൊ നിങ്ങൾ നോക്കിക്കേ, ഒന്നാമത്തെ മാസ് 0 ഡിസ്റ്റൻസിലായിരുന്നു ഇരുന്നത്. രണ്ടാമത്തെ മാസായ കോർണർ ബിയിലിരിക്കുന്ന മാസും കോർണർ ഡിയിലിരിക്കുന്ന മാസും ഒരേ ദൂരമാണ്. അപ്പോൾ ഒരാളുടെ മാസ് m ആണ്, ഡിസ്റ്റൻസ് L/√2 സ്ക്വയർ ആണ്. L/√2 സ്ക്വയർ ആണ്. കണ്ടോ? മാസ് ഇൻറ്റു ഡിസ്റ്റൻസ് സ്ക്വയർ. മാസ് m ആണ്, ഡിസ്റ്റൻസ് L/√2 ആണ്, അതിൻ്റെ സ്ക്വയർ. അങ്ങനത്തെ 2 മാസ്. അപ്പം ഇൻറ്റു 2 ചെയ്യണം. കണ്ടോ? മാസ് ഇൻറ്റു ഡിസ്റ്റൻസ് സ്ക്വയർ. അങ്ങനത്തെ 2 മാസ് ഉണ്ട്. അടുത്തത് ആര് വരും? അടുത്ത മാസ് m ആണ്, ഡിസ്റ്റൻസ് √2L ആണ്, അതിൻ്റെ സ്ക്വയർ. √2L സ്ക്വയർ. കണ്ടോ? ക്ലിയർ? ഓക്കെ. ഇനി ഇവിടെ നോക്കിക്കോ, ഇത് മാസ് ഇൻറ്റു ഡിസ്റ്റൻസ് സ്ക്വയർ 0 ആയിപ്പോയി. ഇവിടെ നമുക്ക് എന്നാ വരും? ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഇവിടെ ഒരു 2 ഉണ്ട്, ഇവിടെ ഒരു 2 ഉണ്ട്, ഇവിടെ ഒരു √2 സ്ക്വയർ ഉണ്ട്. √2 സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താ? ഈ √2 സ്ക്വയർ 2 ആയിട്ട് മാറും. അപ്പോൾ അത് ml സ്ക്വയർ നമുക്ക് കിട്ടും. ml സ്ക്വയർ പ്ലസ് അടുത്ത എന്ത് വരും? m ഇൻറ്റു √2L സ്ക്വയർ. √2 സ്ക്വയർ 2 ആണ്. അപ്പോൾ അഗെയിൻ അത് 2ml സ്ക്വയർ എന്ന് കിട്ടും. സോ ഫൈനൽ ആൻസർ ഈസ് 3ml സ്ക്വയർ. നമുക്ക് ഓപ്ഷൻ ഏതെടുക്കാം? ഓപ്ഷൻ ബി എടുക്കാം, 3ml സ്ക്വയർ. ക്ലിയർ ആണോ? വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈസി ലോജിക്കൽ ചെയ്യാവുന്നതാണ്. അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിച്ചിരിക്കണം. പോയിന്റ് മാസസ് 1, 2, 3 ആർ 4 kgs. നമ്മുടെ കയ്യിൽ 4 പോയിന്റ് മാസുകളുണ്ട്. അതിന്റെ മാസ് എത്രയാ? 1, 2, 3 ആൻഡ് 4 ആർ ലൈങ് അറ്റ് ദ പോയിന്റ്. കോർഡിനേറ്റ്സുകളാണ് തന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ എക്സ് വൈ ആക്സുകൾ വരയ്ക്കുക. ഇപ്പം ഇവിടെ എക്സും വൈയും മാത്രം മതി. അതിൽ ഒന്നാമത്തെ മാസ് 1 kg എവിടെ ആയിരിക്കുന്നത്? ഇതാണ് 1 kg. അതിരിക്കുന്ന പോയിന്റ് എത്രയാ? 0, 0. അപ്പോൾ ഇതാണ് 1 kg. പക്ഷെ അതിരിക്കുന്നത് 0, 0ലാണ്. അടുത്ത മാസ് 2 kg. ആ 2 kg മാസ് ഇരിക്കുന്ന പോയിന്റ് ആണിത് 2, 0, 0. കാരണം എന്താ? എക്സ് ആക്സിസിൽ
2 ഡിസ്റ്റൻസ് മാറി. അപ്പോൾ ഈ കാണുന്നതാണ് 2 kg. ഈ കാണുന്നത് ഇവിടെയാണ് 2 kg. കണ്ടോ? കാര്യം ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഇതിൻ്റെ എക്സ് കോർഡിനേറ്റ് 2 ആണ്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് 2 ആണ്. ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഈ ഡിസ്റ്റൻസ് 2 ആണ്. ഇത് 2 ആണ്. അല്ലെങ്കിൽ നിങ്ങൾ കോർഡിനേറ്റ് എഴുതിയാൽ മതി. ഇതിൻ്റെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് 2, 0, 0. 2, 0, 0. അവിടെ y കോർഡിനേറ്റ് 0 ആണ്, z കോർഡിനേറ്റ് 0 ആണ്. അടുത്ത മാസം നിങ്ങൾ നോക്കിക്കേ, അടുത്ത മാസം 3 kg ആണ്. അതിരിക്കുന്ന കോർഡിനേറ്റ് ആണ് ഈ തന്നിരിക്കുന്നത് 0, 3, 0. 0, 3, 0 എന്ന് പറയുമ്പോൾ അത് y ആക്സിസിലാണ്. അപ്പോൾ ഇവിടെ എവിടെ ഇരിക്കും? ഇതാണ് 3 kg. ഇതാണ് 3 kg. ക്ലിയർ? അടുത്ത മാസം എവിടെ ആയിരിക്കുന്നത്? -2, -2, 0. -2, -2 എന്ന് പറഞ്ഞാൽ അത് എക്സ് വൈ പ്ലെയിനിലാണ്. തേർഡ് ക്വാഡ്രന്റ് ആണ്. എല്ലാവരും നെഗറ്റീവ് അല്ലേ? യെസ്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കി, ഇത് -1 ആണ്, ഇത് -2 ആണ്. ഇതാണ് -2. അതുപോലെ ഇത് -1 ആണ്, ഇത് -2 ആണ്. ഇതാണ് -2. അപ്പോൾ ഈ കാണുന്നത് -2 ആണ്, ഈ കാണുന്നത് -2 ആണ്. അപ്പം നമ്മുടെ റൈറ്റ് നൗ മാസ് ഇരിക്കുന്നത് ഇവിടെയാണ്. ഇതാണ് 4 kg. 4 kg. കഴിഞ്ഞില്ല. ദ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദ സിസ്റ്റം എബൌട്ട് എക്സ് ആക്സിസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ദ മൊമെന്റ് ഓഫ് ഇനർഷ്യ എബൌട്ട് എക്സ് ആക്സിസ്. ഇതാണ് എക്സ് ആക്സിസ്. ഞാൻ ഇപ്പോൾ വരച്ചതാണ് എക്സ് ആക്സിസ്. മൊമെന്റ് ഓഫ് ഇനർഷ്യ എബൌട്ട് എക്സ് ആക്സിസ് ആണ് ചോദിച്ചിരിക്കുന്നത്. മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത് മാസ് ഇൻറ്റു ഡിസ്റ്റൻസ് സ്ക്വയർ ആണ്. ഒന്നാമത്തെ മാസം 1 kg ആണ്. ആ 1 kg ഇരിക്കുന്നത് ആക്സിസിലാണ്, ഡിസ്റ്റൻസ് ഇല്ല. അതുപോലെ രണ്ടാമത്തെ മാസ് 2 kg ആണ്. അതിരിക്കുന്നത് എക്സ് ആക്സിസിലാണ്, ഡിസ്റ്റൻസ് ഇല്ല. അപ്പം ചിലർ ചിന്തിക്കും ഈ ഡിസ്റ്റൻസ് ഉണ്ടല്ലോ എന്ന്. ആ ഡിസ്റ്റൻസ് പോരാ, ആക്സിസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് വേണം. ആക്സിസ് ഇതാ, അത് ആക്സിസിലാണ് ഇരിക്കുന്നത് അല്ലേ. അടുത്ത മൂന്നാമത്തെ മാസം എന്ന് പറയുന്നത് 3 kg ആണ്. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ കാണുന്നതാണ്. കോർഡിനേറ്റ് ദേ ഇവനാണ് അല്ലേ, 0, 3, 0 ആണ്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് 3 ആണ്. അപ്പം മാസ് ഇൻറ്റു ഡിസ്റ്റൻസ് സ്ക്വയർ 3ൻ്റെ സ്ക്വയർ എന്ന് വരും. പ്ലസ് നാലാമത്തെ മാസം എന്ന് പറയുന്നത് 4 kg ആണ് അല്ലേ. നാലാമത്തെ മാസം 4 kg ആണ്. ഇൻറ്റു ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്, അത് 2 ആണ്. ഓക്കെ അല്ലേ. ഡിസ്റ്റൻസിൻ്റെ 2 സ്ക്വയർ എന്ന് എടുക്കുക. അപ്പോൾ 0, 0. 3ൻ്റെ സ്ക്വയർ 9, 9 × 3 27, പ്ലസ് 2ൻ്റെ സ്ക്വയർ 4, 4 × 4 16. അപ്പോൾ എത്ര വരും? 27, 10, 37, 3, 40, 43 കിലോഗ്രാം മീറ്റർ സ്ക്വയർ. 43 കിലോഗ്രാം മീറ്റർ സ്ക്വയർ. ഓപ്ഷൻ എ എടുക്കാം. നല്ല ക്വസ്റ്റ്യൻ ആണ്, വലിയ ഡിഫിക്കൽട്ട് ഒന്നുമല്ല, ചെയ്തെടുക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. കോൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. പക്കയായിട്ട് ഇത് മനസ്സിലായോ? പക്ക ക്ലിയർ ആണോ? യെസ്. അങ്ങനെയാണ് നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. എന്താ ചോദിച്ചിരിക്കുന്നത്? എ തിൻ വയർ ഓഫ് മാസ് m ആൻഡ് ലെങ്ത് l ഈസ് ബെൻഡ് ടു ഫോം എ സർക്കുലർ റിംഗ്. ഒരു തിൻ വയർ ഉണ്ട്, ഒരു തിൻ വയർ, ഇതാ ഇങ്ങനെ ഒരു തിൻ വയർ ഉണ്ട്. ആ തിൻ വയറിന്റെ മാസ് m ആണ്, ലെങ്ത് l ആണ്. ആൻഡ് ഇറ്റ് ഈസ് ബെൻഡ് ടു ഫോം എ സർക്കുലർ റിംഗ്. ഇതാ ഇങ്ങനെ ഒരു സർക്കുലർ റിംഗ് ആക്കി മാറ്റി. ദ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദ റിംഗ് അബൌട്ട് ഇറ്റ്സ് ആക്സിസ്. മൊമെന്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് ഇറ്റ് ആക്സിസ് എന്ന് പറയുമ്പോൾ ഇതിന്റെ സെൻറ്ററിൽ കൂടെ നിങ്ങൾ ഒരു ആക്സിസ് പാസ് ചെയ്താൽ മതി. അപ്പോൾ ഇവന്റെ മാസ് m ആണ്, റേഡിയസ് r ആണ്. നമുക്കറിയാം ഈ കാണുന്നത് ഒരു റിംഗ് ആണ്. റിങ്ങിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത് mr² ആണ് അല്ലെ. റിംഗ് എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? തിൻ വയർ ആണ്. യെസ്, അത് വെച്ചിട്ട് എന്തായാലും റിംഗേ പറ്റത്തുള്ളൂ. ഇനി റിംഗ് എന്ന് പറഞ്ഞില്ലെങ്കിൽ നമുക്കറിയാം വയർ വെച്ച് ഡിസ്ക് ഉണ്ടാക്കാൻ പറ്റൂല. വയർ വെച്ച് ഇങ്ങനെ ബെൻഡ് ചെയ്താൽ അത് റിംഗ് ആവും. അപ്പം മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് റിംഗ് mr² ആണ്. ഇനി r കണ്ടുപിടിക്കണം. r കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. നിങ്ങൾ നോക്കിക്കേ, ഈ കാണുന്ന റിങ്ങിന്റെ സർക്കംഫറൻസ് ഇതല്ലേ? ഈ കാണുന്ന റിങ്ങിന്റെ സർക്കംഫറൻസ് ഇതല്ലേ? ആ സർക്കംഫറൻസ് അല്ലേ ഈ കാണുന്ന വയറിന്റെ ലെങ്ത്. അപ്പോൾ എനിക്ക് പറയാൻ പറ്റും ഒരു റിങ്ങിന്റെ സർക്കംഫറൻസ് പെരിമീറ്റർ എന്ന് പറയുന്നത് 2πr ആണ്. അതാണ് ആ കാണുന്ന ടോട്ടൽ ലെങ്ത് L. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ റേഡിയസ് r എന്ന് പറയുന്നത് L/2π ആണെന്ന് എനിക്ക് പറയാം. റേഡിയസ് എന്ന് പറയുന്നത് L/2π ആയിരിക്കും. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? വിച്ച് ഇസ് ഈക്വൽ ടു m ഇൻറ്റു റേഡിയസ് എന്ന് പറയുന്നത് L/2π ആണ്. സ്ക്വയർ എടുക്കുമ്പോൾ L² ഡിവൈഡഡ് ബൈ 2πയുടെ സ്ക്വയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു 4π² എന്ന് കിട്ടും. 4π² എന്ന് കിട്ടും. സോ ആൻസർ ഈസ് ml²/4π². ml²/4π². ഓപ്ഷൻ 1 എടുക്കാൻ പറ്റും. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് ഈ കാണുന്നത് കേട്ടോ. എന്താ ചോദിച്ചിരിക്കുന്നത്? 3 rings ഈച്ച് ഓഫ് മാസ് m. 3 റിംഗ് ഉണ്ട്. ഇവന്റെ എല്ലാവരുടെയും മാസ് m ആണ്. ഇവന്റെ മാസ് m ആണ്, ഇവന്റെ മാസ് m ആണ്, ഇവന്റെയും മാസ് m ആണ്. അവരുടെ ഓരോരുത്തരുടെയും റേഡിയസ് r ആണ്. എന്നിട്ട് എന്താ ചോദിച്ചത്? ദ മൊമെന്റ് ഓഫ് ഇനർഷ്യ അബൌട്ട്
വൈ ഡാഷ്, ഈ കാണുന്ന വൈ ഡാഷിനെ ബേസ് ചെയ്തുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ. നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം, ഇവിടെ റിംഗ് ആണ്. ഒരു റിംഗ് ഇങ്ങനെ എടുത്താൽ, ഇങ്ങനെ ഒരു റിംഗ് എടുത്താൽ, ഡിസ്ക് അല്ല, ഈ കാണുന്നത് റിംഗ് ആണ്. ഒരു റിംഗ് എടുത്താൽ ഇതിന്റെ സെന്ററിൽ കൂടെ ഇങ്ങനെ പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ആണ് ഒരു റിംഗിന്റെ ആക്സിസ് പോകുന്നതെങ്കിൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ mr² ആണ് പഠിച്ചിട്ടുണ്ട്. പെർപെൻഡിക്കുലർ ടു ദാറ്റ് പ്ലെയിൻ ഓഫ് ദ റിംഗ്. ആ റിംഗ് ഇരിക്കുന്ന പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് പോകുന്നതെങ്കിൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ mr² ആണ്. പക്ഷേ ഇവിടെ നിങ്ങൾ നോക്കിക്കേ, പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ അല്ല, ആ റിംഗ് ഇരിക്കുന്ന പ്ലെയിനിൽ കൂടാണ്, അതായത് ഇങ്ങനെയാണ് നമ്മുടെ ആക്സിസ് പോകുന്നത്. നിങ്ങൾക്കറിയാം ഇങ്ങനെയാണ് ആക്സിസ് പോകുന്നത്. അപ്പൊ ഇത് നിങ്ങൾ എന്ത് യൂസ് ചെയ്യേണ്ടി വരും? പെർപെൻഡിക്കുലർ ആക്സിസ് തിയറി യൂസ് ചെയ്യേണ്ടി വരും. ഇത് ഇങ്ങനെ വരയ്ക്കേണ്ടി വരും, ഇങ്ങനെ ഒരു ആക്സിസ് വരയ്ക്കുക. അപ്പൊ ഇതെന്ന് പറയുന്നത് നിങ്ങളുടെ സെഡ് ആക്സിസ് ആണ്. ഈ കാണുന്നത് എക്സ് ആണ്, ഈ കാണുന്നത് വൈ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം മൊമെന്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് സെഡ് എന്ന് പറയുന്നത്, മൊമെന്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് സെഡ് ആക്സിസ് എന്ന് പറയുന്നത് വൈയുടെയും എക്സിന്റെ സമ്മാണ്. അങ്ങനെയാണെങ്കിൽ ഈ കാണുന്ന ആക്സിസിനെ ബേസിലുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത് mr²/2 ആണെന്ന് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. ഇതൊന്നും ചെയ്തെടുക്കാൻ നിൽക്കണ്ട. ഇതിപ്പോ നിങ്ങൾക്ക് ഞാനിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതുകൊണ്ട് പറഞ്ഞതാ. അല്ലെങ്കിൽ റിംഗ് ആണെങ്കിൽ സെൻട്രിൽ കൂടെ പോയ mr², പ്ലെയിനിൽ കൂടെ ആണ് പോകുന്നതെങ്കിൽ mr²/2. ഇനി ഡിസ്ക് ആണെങ്കിൽ സെൻട്രിൽ കൂടെ പോയാൽ mr²/2, അത് പ്ലെയിനിൽ കൂടെ പോയാൽ mr²/4 ആണെന്നൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്. യെസ്. അപ്പം ഈ കാണുന്ന ഫസ്റ്റ് ഈ റിംഗ്, ഈ ഒരൊറ്റ റിംഗിന്റെ മാത്രം എടുത്താൽ അത് mr²/2 ആണ്. mr²/2 ആണ്. കാര്യം എക്സാക്ട് സെന്റർ ഓഫ് മാസിൽ കൂടെ ആണ് പോകുന്നത്. പക്ഷെ രണ്ടാമത്തെ മൂന്നാമത്തെ റിംഗ്, ഇതാണ് എൻ്റെ രണ്ടാമത്തെ റിംഗ്, ഇതാണ് മൂന്നാമത്തെ റിംഗ്, ഇത് ഒന്നാമത്തെ റിംഗ് ആണ്. ഒന്നാമത്തെ റിംഗിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ mr²/2 ആണ്. അതിലൊരു ഡൗട്ടും ഇല്ല. ഇനി രണ്ടാമത്തെ റിംഗ് മാത്രം ഇങ്ങോട്ട് എടുക്കുക. സെക്കൻഡ് റിംഗ് മാത്രം ഇങ്ങോട്ട് എടുക്കുക. ഇതാണ് നമ്മുടെ സെക്കൻഡ് റിംഗ്. ഓക്കെ, ഇതാണ് നമ്മുടെ ആക്സിസ്. ഓക്കെ അല്ലേ? നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും, രണ്ടാമത്തെ റിംഗും മൂന്നാമത്തെ റിംഗും സിമെട്രിക്കൽ ആയിട്ടായിരിക്കുന്നത്. ഒരാൾ ആ കാണുന്ന ആക്സിസിന്റെ ലെഫ്റ്റിലും മറ്റേ റൈറ്റിലും മിറർ ഇമേജ് പോലെ ഇരിക്കുന്നത്. അപ്പൊ അതിൽ ഒരാളുടെ കണ്ടുപിടിച്ചിട്ട് ഡബിൾ എടുത്താൽ മതി. നമുക്കറിയാം ഈ റിംഗിന് ഈ ആക്സിസുമായിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ ചോദിച്ചാൽ എങ്ങനെ കണ്ടുപിടിക്കാൻ അതിന്റെ സെന്റർ ഓഫ് മാസിലെ ആക്സിസ്, സെന്റർ ഓഫ് മാസിൽ കൂടെ ഒരു ആക്സിസ് നമ്മുടെ ഗിവൺ ആക്സിസിന് പാരലൽ ആയിട്ട് നിങ്ങൾ പാസ് ചെയ്യണം. ആ പാരലായിട്ട് പാസ് ചെയ്യുന്ന ഈ ആക്സിസിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ആണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ICM എന്ന് വിളിക്കുന്നത്. ഈ ഡിസ്റ്റൻസ് ആണ് D എന്ന് വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ I എന്ന് പറയുന്നത് എന്താണ്? ICM പ്ലസ് മാസ് ഇൻറ്റു ഡിസ്റ്റൻസ് സ്ക്വയർ ആണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാ അല്ലേ? ICM ആരാ? ഇപ്പം നിങ്ങൾ നോക്കിക്കേ, ഈ ICM എന്ന് പറയുന്നത്, ഞാൻ ഈ എഴുതിയിരിക്കുന്ന ഈ ICM, ഈ കാണുന്ന ICM എന്ന് പറയുന്നത് അതിന്റെ സെന്റർ ഓഫ് മാസിൽ പ്ലെയിനിൽ കൂടെ പോകുന്ന ആളാണ്. അതെന്ന് പറയുന്നത് mr²/2 ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. mr²/2 ആണ്. പ്ലസ് അഗെയിൻ md² വരും അല്ലേ? m × d². d എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഡിസ്റ്റൻസ് ആണ്, അതായത് ആക്സിസുകൾ തമ്മിലുള്ള ദൂരം. അത് ആ റിംഗിന്റെ റേഡിയസ് ആണ്. അപ്പൊ mr² എന്ന് എഴുതാൻ പറ്റും. കഴിഞ്ഞോ? ഇല്ല. ഇതിനെ എന്ത് ചെയ്യണം? *2 എടുത്താൽ മതി. *2 എടുത്താൽ എന്താ? നിങ്ങൾ ഈ എഴുതിയിരിക്കുന്നത് ഒന്നാമത്തെ ആളുടെ മൊമെന്റ് ഓഫ് ഇനർഷ്യ, ഒന്നാമത്തെ റിംഗിന്റെ. ഈ എഴുതുന്നതോ രണ്ടാമത്തതിൻ്റെതുമാണ്, അത് തന്നെയാണ് മൂന്നിൻ്റെതും. അപ്പൊ ഡബിൾ എടുത്താൽ മതി. അപ്പൊ ഇത് എത്ര വരും? mr²/2 + mr², that is equal to 2mr² + mr², that is equal to 3mr²/2 × 2. അപ്പൊ ഇവിടുന്ന് ഒരു 2 ഉം 2 വെട്ടിപ്പോവും. ഫൈനലി ആ രണ്ട് റിങ്ങുകളൂടെ തരുന്നത് നമുക്ക് എത്ര കിട്ടി? 3mr² എന്ന് കിട്ടി. പക്ഷെ അതാണോ ഫൈനൽ ആൻസർ? അല്ല. ഇത് നിങ്ങൾ നോക്ക്, ഈ കാണുന്നത് 3mr² ആണ്. അതേപോലെ ഓൾറെഡി ഈ സിംഗിളിൻ്റെത് mr²/2 ആണ്. അപ്പൊ ടോട്ടൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഞാൻ ഇവിടോട്ട് എഴുതാം. ടോട്ടൽ എന്ന് പറയുന്നത് 3mr² കൂടെ എന്ത് ചെയ്യണം? mr²/2 കൂടി കൊടുക്കണം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6 + 7mr²/2 ഓപ്ഷൻ ഡി എടുക്കാൻ പറ്റും അല്ലേ? 2 × 3 6 + 1 7mr²/2 എന്നെടുക്കാൻ പറ്റും. ഓപ്ഷൻ ഏതെടുക്കാം? ഓപ്ഷൻ ഡി എടുക്കാം. ഐഡിയ ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ഒരു ടോപ്പിക്കിലേക്ക് കടക്കാം. ഇക്വിലിബ്രിയം ഓഫ് എ സിസ്റ്റം. പെട്ടെന്ന് പറയുകയാണ്. ഇക്വിലിബ്രിയം ലോസ് ഓഫ് മോഷനിൽ പഠിക്കുന്നുണ്ട്. നെറ്റ് ഫോഴ്സ് ഓൺ ദ സിസ്റ്റം 0 ആണെങ്കിൽ ആ സിസ്റ്റം ഇക്വിലിബ്രിയത്തിലായിരിക്കും. പഠിക്കുന്നുണ്ട്. ഇതാണ് ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയം.
നമ്മുടെ ചാപ്റ്ററിൽ ഒരു സിസ്റ്റം റൊട്ടേഷനിൽ ഒരു സിസ്റ്റം ഇക്വിലിബ്രിയം ആയിരിക്കണമെങ്കിൽ അത് ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയവും അതോടൊപ്പം തന്നെ റൊട്ടേഷണൽ ഇക്വിലിബ്രിയവും ഒബേ ചെയ്യണം. ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയത്തിൻ്റെ കൂടെ റൊട്ടേഷണൽ ഇക്വിലിബ്രിയവും ഒബേ ചെയ്യണം. അപ്പം ആ ബോഡി റൊട്ടേഷണൽ ഇക്വിലിബ്രിയത്തിലാകണമെങ്കിൽ ആ സിസ്റ്റത്തിന് കിട്ടുന്ന നെറ്റ് ടോർക്കും 0 ആയിരിക്കണം എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. നെറ്റ് ടോർക്കും. അപ്പം നമ്മൾ അടുത്തൊരു ടേം ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്, ടോർക്ക്. വാട്ട് ഈസ് ടോർക്ക്? ടോർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ടോർക്ക് എന്ന് പറയുന്നത് ലോസ് ഓഫ് മോഷനിലെ ഫോഴ്സ് ട്രാൻസ്ലേഷൻ തരുന്നത് പോലെ റൊട്ടേഷണൽ മോഷനിലെ ടോർക്ക് റൊട്ടേഷൻ ആണ് തരുന്നത്, റൊട്ടേഷണൽ ഇഫക്റ്റ് ആണ് തരുന്നത്. നമുക്കറിയാം ഫോഴ്സ് F is equal to ma ആണ്. ma ആണ്. ടോർക്ക് ടോ എന്ന് പറഞ്ഞാൽ I ആൽഫയാണ്. ഈ റിലേഷനുമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കുന്നതാണ്. ഇനിയും ടോർക്കിന്റെ ജനറൽ ഇക്വേഷൻ ടോർക്ക് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ലെറ്റർ ടോ ആണ് അല്ലേ? എന്താ? ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്നാണ് അല്ലേ? ടോർക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ആണ് ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്നാണ്. ഇനി നിങ്ങൾ ഓർത്ത് വെക്കേണ്ട മറ്റൊരു കാര്യം, നിങ്ങൾ ഇവിടെ നിന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചിരിക്കണം. ഇതൊരു റിജിഡ് റോഡാണെന്ന് വിചാരിക്കുക. ഈ റിജിഡ് റോഡിനെ ഞാൻ ഇവിടെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണെന്ന് അസ്യൂം ചെയ്യാം. എന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് ഇൻക്ലൈൻഡ് ആയിട്ട് ഇങ്ങനെ ഒരു ഫോഴ്സ് കൊടുക്കുവാണ്. ഞാനിപ്പോൾ പറഞ്ഞു ഇൻക്ലൈൻഡ് ആയിട്ട് ഒരു ഫോഴ്സ് കൊടുക്കുന്നെന്ന്. ഇവിടെ ഫിക്സ്ഡ് അല്ലേ? ഈ ഫിക്സ്ഡ് ആയിട്ടുള്ള പോയിന്റിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ആ ഫിക്സ്ഡ് ആയിട്ടുള്ള പോയിന്റ് ആണ് പിവറ്റ് പോയിന്റ് എന്നൊക്കെ പറയും. പിവറ്റ് പോയിന്റ് അല്ലെങ്കിൽ മൊമെന്റ് സെന്റർ എന്നൊക്കെ വിളിക്കും. ആ മൊമെന്റ് സെന്ററിൽ നിന്ന് ഫോഴ്സ് കൊടുക്കുന്ന നിങ്ങൾ ഫോഴ്സ് കൊടുക്കുന്ന പോയിന്റിലേക്കുള്ള ഈ ഡിസ്റ്റൻസിനെയാണ് ആം ഡിസ്റ്റൻസ് എന്നൊക്കെ വിളിക്കും. ഈ ആം ഡിസ്റ്റൻസുമായിട്ട് നോക്കിയാൽ കണ്ട ഫോഴ്സ് ഒരു തീറ്റ ആംഗിളിലാണ് ആക്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഫോഴ്സിനെ 2 കോമ്പണന്റ് ആയിട്ട് റിസോൾവ് ചെയ്യാൻ പറ്റും. ഈ കാണുന്ന കോമ്പണന്റ് F കോസ് തീറ്റയാണ്, എന്നാൽ ഈ കാണുന്ന കോമ്പണന്റ് F സൈൻ തീറ്റയാണ് അല്ലേ? അതിൽ നമുക്ക് പറയാം ഈ F സൈൻ തീറ്റ എന്ന് പറയുന്നത് ഈ കാണുന്ന ഡിസ്റ്റൻസുമായിട്ട് പെർപെൻഡിക്കുലർ ആണ്. പക്ഷേ ഈ F കോസ് തീറ്റയുടെ ലൈൻ ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് ഈ കാണുന്നതാണ്. F കോസ് തീറ്റയുടെ ലൈൻ ഓഫ് ആക്ഷൻ ഇങ്ങനെയാണ് പാസ് ചെയ്യുന്നത്. F കോസ് തീറ്റയുടെ ലൈൻ ഓഫ് ആക്ഷൻ. അപ്പൊ F കോസ് തീറ്റയുടെ ലൈൻ ഓഫ് ആക്ഷൻ പാസിങ് ത്രൂ ദി മൊമെന്റ് സെന്റർ ആണ്. മൊമെന്റ് സെന്റർ എന്ന് പറയുന്നത് ഈ പോയിന്റ് ആണ്. ആ പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്ന ഈ F കോസ് തീറ്റ തരുന്ന ടോർക്ക് എപ്പോഴും 0 ആയിരിക്കും. എന്നാൽ ഈ കാണുന്ന ഡിസ്റ്റൻസിനെ നമുക്ക് R എന്ന് വിളിക്കാം. ആ ആറുമായിട്ട് പെർപെൻഡിക്കുലർ ആയിട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് F സൈൻ തീറ്റയാണ്. അപ്പോൾ അവിടുന്ന് ടോർക്ക് എന്ന് പറയുന്നത് ഫോഴ്സ് F സൈൻ തീറ്റ കോമ്പണന്റ് ആണ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് R ആണ്. അല്ലെങ്കിൽ FR സൈൻ തീറ്റ എന്ന് പറയാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് ടോർക്ക് ഈക്വൽ ടു എന്താ എഴുതാം? ടോർക്ക് ഈക്വൽ ടു R ക്രോസ് F എന്നൊക്കെ പറയാം ഇൻ വെക്ടർ ഫോം. ഇതാണ് ടോർക്കിന്റെ ബേസിക് ആയിട്ടുള്ള ഐഡിയ. ഞാൻ ആധികാരികതയിലേക്കൊന്നും ഇപ്പോൾ പോയിട്ടില്ല. പിന്നെ നമ്മൾ പഠിക്കുന്ന മറ്റൊരു ടേമാണ് ആംഗുലാർ മൊമെന്റം. ലോസ് ഓഫ് മോഷനിൽ നിങ്ങൾ മൊമെന്റം പഠിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് മൊമെന്റം? മൊമെന്റം പ്രൊഡക്റ്റ് ഓഫ് മാസ് ആൻഡ് വെലോസിറ്റി ആണ് അല്ലേ? ലോസ് ഓഫ് മോഷനിൽ പഠിച്ചിരിക്കുന്ന മൊമെന്റം എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ഓഫ് മാസ് ആൻഡ് വെലോസിറ്റി ആണ്. ലോസ് ഓഫ് മോഷനിൽ ആംഗുലാർ മൊമെന്റത്തിനെ L എന്നാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ആംഗുലാർ മൊമെന്റം എന്ന് പറയുന്നത് നമുക്ക് 2 രീതിയിൽ പറയാം. മൊമെന്റ് ഓഫ് മൊമെന്റം അതായത് മൊമെന്റത്തിനെ ഡിസ്റ്റൻസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. മൊമെന്റ് ഓഫ് മൊമെന്റം L ഈക്വൽ ടു R ക്രോസ് P അല്ലെങ്കിൽ L ഇസ് ഈക്വൽ ടു മാസ്. മൊമെന്റത്തിനെ ഡിസ്റ്റൻസ് കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. മൊമെന്റം എന്ന് പറഞ്ഞാൽ ആരാ? മാസ് ഇൻറ്റു വെലോസിറ്റിയാണ്. അപ്പൊ L ഇസ് ഈക്വൽ ടു mvr എന്ന് പറയും. L ഇസ് ഈക്വൽ ടു mvr. ഇതിനെ വിളിക്കുന്ന പേരാണ് ട്രാൻസ്ലേഷണൽ ആംഗുലാർ മൊമെന്റം. അതായത് ആംഗുലാർ മൊമെന്റം ഒന്ന് നമ്മളിങ്ങനെ ഒറ്റ ലൈനിൽ പറയേണ്ട കാര്യങ്ങളല്ല. ഇപ്പൊ ഇവിടെ ഒരു m മാസുള്ള ഒരു ബോഡി ഇരിക്കുകയെന്ന് വിചാരിക്കുക, ഒരു ബ്ലോക്ക് ഇരിക്കുകയാണ്. അതൊരു പർട്ടിക്കുലർ v വെലോസിറ്റിയിൽ പോവാണ്. വാട്ട് ഈസ് ഇറ്റ്സ് ആംഗുലാർ മൊമെന്റം? പറയാൻ പറ്റത്തില്ല. വാട്ട് ഈസ് ഇറ്റ്സ് ലീനിയർ മൊമെന്റം? പറയാം, പ്രൊഡക്റ്റ് ഓഫ് മാസ് ആൻഡ് വെലോസിറ്റി. ഇതിന്റെ ലീനിയർ മൊമെന്റം എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാം പ്രൊഡക്റ്റ് ഓഫ് മാസ് ആൻഡ് വെലോസിറ്റി. ഇതിന്റെ ആംഗുലാർ മൊമെന്റം എന്താണെന്ന് ചോദിച്ചാൽ അത് എപ്പോഴും വിത്ത് റെസ്പെക്ട് പോയിന്റിലാണ് പറയുന്നത്. ഇപ്പൊ ഞാൻ ചോദിക്കണം വാട്ട് ഈസ് ദ ആംഗുലാർ മൊമെന്റ് അബൌട്ട് പോയിന്റ് ദിസ് O? ആ O എന്ന് പറഞ്ഞ പോയിന്റിനെ ബേസ് ചെയ്തിട്ടുള്ള ആംഗുലാർ മൊമെന്റം നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ഓയിനെ വെച്ചിട്ട് ഈ കാണുന്ന ഡിസ്റ്റൻസ് നമുക്ക് R എന്ന് വിളിക്കാം.
മനസ്സിലാവുന്നുണ്ടോ? അതൊക്കെ വലിയ വലിയ കാര്യങ്ങളാണ് കേട്ടോ, വലിയ കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. പക്ഷെ അത് ഈ ഒരു പറഞ്ഞല്ലോ ചെറിയൊരു ക്ലാസ്സിലൊന്നും നമുക്ക് പറയാൻ പറ്റിയ ഒതുക്കി നിർത്തി പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല. സ്റ്റിൽ നിങ്ങൾ ഓർത്തിരിക്കുക, ദിസ് ഈസ് നോൺ ആസ് ട്രാൻസ്ലേഷണൽ ആംഗുലാർ മൊമെന്റം. ആംഗുലാർ മൊമെന്റം ഡ്യൂ ടു വെലോസിറ്റി അല്ലെങ്കിൽ ട്രാൻസ്ലേഷണൽ മോഷൻ. ഇതേപോലെ തന്നെ ആംഗുലാർ മൊമെന്റം ഡ്യൂ ടു റൊട്ടേഷണൽ മോഷൻ ഉണ്ട്. ആംഗുലാർ മൊമെന്റം ഡ്യൂ ടു റൊട്ടേഷൻ ദാറ്റ് ഈസ് ഈക്വൽ ടു ഐ ഒമേഗ. നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് ഐ ഒമേഗ. അവിടുന്ന് നമ്മൾ കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം പഠിക്കും. ഇഫ് ദർ ഇസ് നോ എക്സ്റ്റേണൽ ടോർക്ക്, അത് പഠിച്ചു വെച്ച്, കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം. കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണിത്, ചോദിക്കാം. അപ്പൊ കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം, ഇഫ് ദർ ഇസ് നോ എക്സ്റ്റേണൽ ടോർക്ക്, നെറ്റ് ടോർക്ക് ആക്ടിങ് ഓൺ ദ സിസ്റ്റം സീറോ, നെറ്റ് ടോർക്ക് ആക്ടിങ് ഓൺ ദ സിസ്റ്റം സീറോ ആണെങ്കിൽ, നമ്മൾ ലോസ് ഓഫ് മോഷനിൽ പഠിച്ചിട്ടുണ്ട്, ഈ നെറ്റ് ഫോഴ്സ് സീറോ ആണെങ്കിൽ മൊമെന്റം കൺസർവ്ഡ് ആണ്, ഇനിഷ്യൽ മൊമെന്റം ഈക്വൽ ടു ഫൈനൽ മൊമെന്റം. അതുപോലെ നെറ്റ് ടോർക്ക് സീറോ ആണെങ്കിൽ ഇനീഷ്യൽ ആംഗുലാർ മൊമെന്റം ഈക്വൽ ടു ഫൈനൽ ആംഗുലാർ മൊമെന്റം ആയിരിക്കും. നിങ്ങൾ പഠിക്കുന്നുണ്ട് ടോർക്ക്, ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് റൊട്ടേഷൻ, ടോ ഈക്വൽ ടു dl/dt, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ മൊമെന്റം ഈസ് നോൺ ആസ് ടോർക്ക്. ലോസ് ഓഫ് മോഷനിൽ പഠിച്ചിട്ടുണ്ട് ഫോഴ്സ് ഈസ് ഈക്വൽ ടു എഫ് ഇസ് ഈക്വൽ ടു എഫ് അല്ലേ, യെസ്, എഫ് ഇസ് ഈക്വൽ ടു dm/dt അല്ലേ, സോറി എഫ് അല്ലേ, സോറി dm/dt അല്ല, എഫ് ഇസ് ഈക്വൽ ടു dp/dt, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ മൊമെന്റം. ഇവിടെ ടോർക്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ മൊമെന്റം, ഫോഴ്സിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ലീനിയർ മൊമെന്റം അല്ലേ. എഫ് പ്രപ്പോർഷണൽ ടു dp/dt അല്ലെങ്കിൽ എഫ് ഇസ് ഈക്വൽ ടു dp/dt, കോൺസ്റ്റന്റ് 1 ആണെന്ന് എടുത്താൽ മതി. അതുപോലെ ടോർക്ക് ഈക്വൽ ടു dl/dt. ഈ ടോർക്ക്, നെറ്റ് ടോർക്ക് സീറോ ആണെങ്കിൽ ഇനിഷ്യൽ ആംഗുലാർ മൊമെന്റോ ഫൈനൽ ആംഗുലാർ മൊമെന്റോ സെയിം ആയിരിക്കും. ഇല്ലേ, ഒരു ഗേള്, ഒരു ഡാൻസിങ് ഗേൾ ഇങ്ങനെ ഇരുന്ന് റൊട്ടേറ്റിംഗ് ചെയറിൽ ഇരുന്ന് കറങ്ങുന്നു, എന്നിട്ട് കൈ അകത്തുകയും കൈ അടുപ്പിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഉള്ള കൺസർവേഷനെ പറ്റിയൊക്കെ നിങ്ങൾ പഠിക്കുന്നുണ്ട്. അങ്ങനെയാണ് നമ്മൾ പഠിക്കുന്ന ഒരു റിലേഷനാണ് I1 ω1 ഈക്വൽ ടു I2 ω2, I1 ω1 ഈക്വൽ ടു I2 ω2. ഇതൊക്കെ ഇമ്പോർട്ടൻറ്റ് റിലേഷനാണ്, കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക. അപ്പം നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്നും ചോദിച്ച 1-2 ക്വസ്റ്റ്യൻ കൂടെ ചെയ്തിട്ട് ഞാൻ റോളിംഗ് മോഷനിലേക്ക് അത്ര ആധികാരികമായിട്ട് പറയുന്നില്ല, പറയാത്ത പറയുന്നുണ്ടല്ലോ. റോളിംഗ് മോഷൻ ഇപ്പം നമ്മുടെ സിലബസിൽ അങ്ങനെ ഓവറായിട്ട് വരുന്നില്ല. നീറ്റിൻ്റെ ഒരു സിലബസിൽ നിങ്ങൾ ബേസിക്കലി ഇത്രയും കാര്യങ്ങൾ, നമുക്ക് ഈ ടൈം ലിമിറ്റിലൂടെ ചുരുക്കേണ്ടതുകൊണ്ടാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രോപ്പറായിട്ടൊന്ന് പഠിക്കുക. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? A mass m is supported by a massless string wound around a uniform cylinder of mass m and radius r. On releasing the mass from the rest, it will fall with an acceleration. ആ ആക്സിലറേഷൻ കാണാനാണ് ചോദിച്ചിരിക്കുന്നത്. യെസ്, ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അതായത് ഇവിടെ നിങ്ങൾ നോക്കിക്കേ, അതായത് ഇങ്ങനെ ഒരു സിലിണ്ടറിക്കൽ ഒരു റോള്, എന്താ സിലിണ്ടറിക്കൽ സിലിണ്ടറാന്ന് പറയുന്നുണ്ട്, റൗണ്ടഡ് ഷേപ്പിലുള്ള സിലിണ്ടറാണ്. എന്നിട്ട് അതേൽ ഇങ്ങനെ കയറ് ചുറ്റി വെച്ചിട്ട് ഒരു മാസ് അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുക. ഈ മാസ് അങ്ങ് റിലീസ് ചെയ്താൽ ഈ മാസ് താഴോട്ടു, അപ്പോൾ ഇതിങ്ങനെ റോൾ ചെയ്യും, ഇത് നേരെ താഴോട്ടു. അപ്പം നിങ്ങൾ നോക്കിക്കേ, ഇത് ഇവിടുന്ന് ഇങ്ങനെ കറങ്ങി താഴേക്ക് വരും, അപ്പോൾ ഈ മാസ് താഴോട്ട് പോകും, ഈ മാസിൻ്റെ ആക്സിലറേഷൻ കാണാനാണ് ചോദിച്ചിരിക്കുന്നത്. ഈ മാസിൻ്റെ ആക്സിലറേഷൻ എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക മക്കളെ, ഇപ്പം ഞാൻ ഡെറിവേഷണൽ പാർട്ടിലേക്കൊന്നും കടക്കുന്നില്ല. ഈ ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ ഒരു സിംഗിൾ പുള്ളി സിസ്റ്റത്തിൽ ഇങ്ങനെ വൗണ്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്, അത് ഡബിൾ പുള്ളി ആയാൽ അത് മാറി, ഓൺ എ സർഫസ് ആയാലും അങ്ങനെ മാറി പല ഇക്വേഷൻസ് നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ ഡെറിവേഷണൽ പാർട്ടിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. ടോർക്കും ഒക്കെ വെച്ചിട്ട് നമുക്ക് ഇത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ടോ ഈക്വൽ ടു I∝യും അതുപോലെ ലോസ് ഓഫ് മോഷനിലെ ആക്സിലറേഷൻ ഇക്വേഷനും മതി. പക്ഷെ നിങ്ങൾ ഡിറൈവ് ചെയ്ത് ഡെറിവേഷൻ പാർട്ടിലൊന്നും ഇപ്പോൾ ഒരിക്കലും ഈ ക്ലാസ്സിൽ എക്സ്പെക്ട് ചെയ്യരുത്. അപ്പോൾ ഈ ആക്സിലറേഷൻ കണ്ടുപിടിക്കാനുള്ള റിലേഷൻ, ആക്സിലറേഷൻ എന്ന് പറയുന്നത്, ഇവിടെ ഇവനെ ഡൗൺവേർഡ് പിടിച്ച് വലിക്കുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് mg ആണ്. നിങ്ങൾക്ക് അങ്ങനെ ഓർത്തിരിക്കാൻ വേണ്ടി പറയാം. ആക്സിലറേഷൻ ഫോഴ്സ് ബൈ മാസ് ആണല്ലോ. ഇവിടുത്തെ ഫോഴ്സ് എന്ന് പറയുന്നത് mg ആണ്. അപ്പോൾ ആക്സിലറേഷൻ എന്ന് പറയുന്നത് mg ഡിവൈഡഡ് ബൈ മാസ് എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഈ ഡിസ്കിൻ്റെ, സോറി ഡിസ്ക് അല്ല, ബ്ലോക്കിൻ്റെ മാസ് m ആണ്, പ്ലസ്
ഇവൻ്റെ മാസ് എന്ന് നിങ്ങൾ ചിന്തിക്കരുത്, അങ്ങനെ ചിന്തിക്കരുത്. മാസിന് പകരം മൊമെന്റ് ഓഫ് ഇനർഷ്യ ബൈ റേഡിയസിന്റെ സ്ക്വയർ ആണ്. മൊമെന്റ് ഓഫ് ഇനർഷ്യ I ബൈ ആർ സ്ക്വയർ ആണ്. ആക്ച്വലി അതൊക്കെ ഞാൻ ഓർത്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇതൊരു ഡിസ്ക് ആണല്ലോ, ഡിസ്ക് പോലെ ആണല്ലോ, ഷേപ്പ് ആണല്ലോ. മൊമെന്റ് ഓഫ് ഇനർഷ്യയുടെ ജനറൽ ഇക്വേഷൻ എന്താ? മൊമെന്റ് ഓഫ് ഇനർഷ്യയുടെ ജനറൽ ഇക്വേഷൻ mr സ്ക്വയർ എന്ന് എടുക്കാം. ഡിസ്ക് എന്നോ അല്ലെ റിംഗ് എന്നോ ഒക്കെ ചിന്തിച്ചാൽ മതി. ജനറൽ ഇക്വേഷനാണ് ഞാൻ പറഞ്ഞത്. അല്ല, ഡിസ്കിൻ്റെത് mr സ്ക്വയർ ബൈ 2 ആണ്. ജനറൽ ഇക്വേഷൻ മാസ് ഇൻറ്റു ഡിസ്റ്റൻസ് സ്ക്വയർ mr സ്ക്വയർ. അവിടുന്ന് ഈ മാസ് കാണാൻ എന്താ ഇക്വേഷൻ? I ബൈ ആർ സ്ക്വയർ. അതാണ് ഇവിടെ എഴുതുന്നത്. ഓർത്ത് വെക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ആക്ച്വലി ഇതൊക്കെ ഡിറൈവ് ചെയ്തെടുക്കുന്നതാണ്. അപ്പം നിങ്ങളിപ്പോൾ ഡെറിവേഷൻ പാർട്ട് ഓർക്കണ്ട, ഫൈനൽ ഇക്വേഷൻ പഠിച്ചു വെക്കുക. ഇങ്ങനെയൊക്കെ ഇക്വേഷൻ കുറേ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ആക്സലറേഷൻ എന്ന് പറയുന്നത് mg ഡിവൈഡഡ് ബൈ m പ്ലസ് I ബൈ ആർ സ്ക്വയർ ആണ്. സോ വിച്ച് ഈസ് ഈക്വൽ ടു mg ഡിവൈഡഡ് ബൈ m പ്ലസ് I ബൈ ആർ സ്ക്വയർ. I മൊമെന്റ് ഓഫ് ഇനർഷ്യ. എന്താ മൊമെന്റ് ഓഫ് ഇനർഷ്യ? എന്താ ഇവിടെ ആരെയാ തന്നിരിക്കുന്നത്? എ യൂണിഫോം സിലിണ്ടർ എന്നാണ് പറയുന്നത്. ഒരു യൂണിഫോം സിലിണ്ടർ. നിങ്ങൾക്കറിയാം, ഇങ്ങനെ ഒരു സിലിണ്ടർ എന്ന് പറഞ്ഞാൽ അത് മറന്നു പോരുത്, അതൊക്കെ ഓൾറെഡി പഠിച്ചു വെക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ. ഇതൊരു സോളിഡ് സിലിണ്ടർ ആണ്. ഹോളോ ആണെങ്കിൽ അവർ സ്പെസിഫിക്കലി പറയും. ഒരു സോളിഡ് സിലിണ്ടർ എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി ഒരു ഡിസ്ക് പോലെ തന്നെയാണ്. ഒരു സോളിഡ് സിലിണ്ടറും ഡിസ്കും ഇക്വലന്റ് ആണ്. ഒരു ഹോളോ സിലിണ്ടറും റിങ്ങും ഇക്വലന്റ് ആണ്. അപ്പൊ ഇവന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എത്രയാണെന്ന് ചോദിച്ചാൽ എബൌട്ട് സെൻട്രൽ ആക്സിസ് എന്ന് പറഞ്ഞാൽ mr സ്ക്വയർ ബൈ 2 ആണ്. അപ്പൊ നിങ്ങൾക്ക് ആ മൊമെന്റ് ഓഫ് ഇനർഷ്യക്ക് വരെ എന്ത് കൊടുക്കാം? mr സ്ക്വയർ ബൈ 2 പ്ലസ് അഗെയിൻ mr സ്ക്വയർ ബൈ 2 ഇൻറ്റു ഇവിടെ ഒരു ആർ സ്ക്വയർ വരും അല്ലേ. അപ്പൊ ഇവിടുന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ ആർ സ്ക്വയറും ഈ ആർ സ്ക്വയറും വെട്ടിക്കളയാം. അപ്പൊ എന്നാ വരും? ന്യൂമറേറ്ററിൽ mg ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ 2m പ്ലസ് m 3m ബൈ 2. അവിടുന്ന് ഈ m വെട്ടിക്കളയാം. അപ്പം 2 മോളിൽ പോട്ടെ, 2g ബൈ 3 എന്ന് കിട്ടും. 2g ബൈ 3. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? അങ്ങനെ ഒരു ഓപ്ഷൻ നമ്പർ ഏതാണ്? 3 അല്ലേ? യെസ്, ഓപ്ഷൻ നമ്പർ 3. 2g ബൈ 3 നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ ആണെന്ന് വിചാരിച്ചോട്ടെ. യെസ്, നമുക്ക് ഒരു ക്വസ്റ്റ്യനിലോട്ടൂടെ പെട്ടെന്നൊന്ന് ഓടിപ്പോയാലോ? ഒരു ക്വസ്റ്റ്യനിലോട്ടൂടെ ഒന്ന് ഓടിപ്പാം. ക്ലിയർ? എന്താ നോക്കിയേ, ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ തന്നെയാണ്. എ റോഡ് PQ ഓഫ് മാസ് m ആൻഡ് ലെങ്ത് L. ഈ കാണുന്ന റോഡിന്റെ മാസ് m ആണ്, ലെങ്ത് L ആണ്. ഹിഞ്ച്ഡ് അറ്റ് P. ഹിഞ്ച്ഡ് അറ്റ് P എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുക. ഈ പോയിന്റ് ഫിക്സ് ചെയ്ത് ഇങ്ങനെ ഒരു ആണി അടിച്ചു വെച്ചിരിക്കുക എന്ന് വിചാരിക്കുക. ഫിക്സ്ഡ് ആണ്. ഓക്കെ. ദ റോഡ് ഈസ് കെപ്റ്റ് ഹൊറിസോണ്ടലി ബൈ എ മാസ്ലെസ് സ്ട്രിങ് ടൈഡ് ടു പോയിന്റ് Q ആസ് ഷോൺ ഇൻ ദ ഫിഗർ. അപ്പോൾ ഇവിടെ ഒരു ടെൻഷൻ ഉണ്ട്. ഒരു സ്ട്രിങ്ങിൽ ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുക എന്ന് പറയുമ്പോൾ അവിടെ ഒരു ടെൻഷൻ ഉണ്ട്. വെൻ സ്ട്രിങ് കട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അതായത് നമ്മൾ എന്ത് ചെയ്തു? ഈ സ്ട്രിങ് അങ്ങ് പൊട്ടിച്ചു. സ്ട്രിങ് പൊട്ടിച്ചു കഴിഞ്ഞാൽ ടെൻഷൻ വാനിഷസ്, ടെൻഷൻ ബിക്കം 0. കാര്യം സ്ട്രിങ് സ്ലാക്കായി. ദ ഇനിഷ്യൽ ആംഗുലാർ ആക്സിലറേഷൻ ഓഫ് ദ റോഡ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഇങ്ങനെയുള്ള ഇനിഷ്യൽ ആംഗുലാർ ആക്സിലറേഷൻ ആൽഫ എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇനിഷ്യൽ ആംഗുലാർ ആക്സിലറേഷൻ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഒന്നുമില്ല, സിമ്പിൾ ആണ്. നിങ്ങൾ ഇവിടെ നോക്കിക്കേ. ആ സ്ട്രിങ് പൊട്ടിച്ചു കഴിഞ്ഞാൽ അവിടെ ടെൻഷൻ പോയി. പിന്നെ നിങ്ങളൊന്ന് ആലോചിച്ച്, ഇതിന്റെ എക്സാക്ട് സെന്ററിൽ നിന്ന് അല്ലേ, ഇതിന്റെ എക്സാക്ട് സെന്ററിൽ നിന്ന് ഇതിന്റെ വെയിറ്റ് ഡൗൺവേർഡ് ആക്ട് ചെയ്യും. ആ വെയിറ്റ് mg ആണ്. അത് മൊമെന്റ് സെന്ററിൽ നിന്ന്, കാര്യം ആ കാണുന്ന പിവറ്റ് പോയിന്റ് വെച്ചിട്ടാണല്ലോ അത് റൊട്ടേറ്റ് ചെയ്യുന്നത്. ആ പിവറ്റ് പോയിന്റ് വെച്ച് റൊട്ടേറ്റ് ചെയ്യുമ്പോഴുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് L/2 ആണ്. നിങ്ങളിവിടെ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് താഴോട്ടും, അതുമായിട്ടുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് ഈ കാണുന്ന L/2. അപ്പോൾ അവിടെ ടോർക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ അത് റൊട്ടേറ്റ് ചെയ്യുന്നതും ആംഗുലാർ ആക്സലറേഷൻ കിട്ടുന്നതും. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും അവിടുത്തെ ടോർക്ക്, അവിടെ ആ റോഡ് എക്സ്പീരിയൻസ് ടോർക്ക് ടോ ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണെന്ന് എനിക്ക് പറയാൻ പറ്റും. ക്ലിയർ? സോ വിച്ച് ഈസ് ഈക്വൽ ടു ഫോഴ്സ് എന്ന് പറഞ്ഞാൽ mg ആണ്. ടോർക്ക് കാൽക്കുലേറ്റീവ് ആണ് ഞാൻ. mg ആണ് ഫോഴ്സ് എന്ന് പറയുന്നത്, ടോർക്ക് mg ആണ്, ഇൻറ്റു
പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് L/2 ആണ്. ഓക്കെ, അപ്പം നമുക്ക് ടോർക്ക് കണ്ടുപിടിച്ചു mg/L/2. ടോർക്ക് കിട്ടി mg/L/2. ടോർക്കിന് മറ്റൊരു റിലേഷൻ കൂടി നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോറിയുടെ മക്കൾ, ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എൻ്റെ കൈ കയറി പ്രസ് ആകുമ്പോഴാണ് ഇത് പോകുന്നത്. ടോർക്ക് എന്ന് പറയുന്നത് ടോ ഈക്വൽ ടു I ആൽഫ. നമ്മൾ ഇങ്ങനെ ഒരു റിലേഷൻ പഠിച്ചിട്ടുണ്ട്. എന്തിനാ ഞാൻ ഈ റിലേഷൻ യൂസ് ചെയ്യുന്നത്? ആൽഫ ആണല്ലോ കണ്ടുപിടിക്കേണ്ടത്. യെസ്, ഇനി നിങ്ങൾ നോക്ക്, I ആൽഫ. അപ്പം നിങ്ങൾക്ക് ഈ രണ്ട് ഇക്വേഷനോട് ഇക്വേറ്റ് ചെയ്യാം. ഇത് ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിക്കുക, ഇത് ഇക്വേഷൻ നമ്പർ 2 എന്ന് വിളിക്കുക. രണ്ടിൻ്റെ LHS ടോർക്ക് എന്ന് തന്നെയാണ്. അപ്പം RHS നമുക്ക് എങ്ങനെ വിളിക്കുക? RHS ഇക്വേറ്റ് ചെയ്യാം mgL/2 which is equal to I alpha. So mgL/2 which is equal to I alpha. I ആരാ? മൊമെന്റ് ഓഫ് ഇനർഷ്യ. ഇതാരാ? റോഡാണ്. റോഡിന്റെ സെന്ററിനെ ബേസ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്യുമ്പോഴാണ് mL²/12. ഇത് ഈ എൻഡ് ബേസ് ചെയ്താണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പം മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത് mL²/3 ഇൻറ്റു ആൽഫയാണ്. ക്ലിയർ അല്ലേ? അപ്പം ഇവിടുന്ന് ഒരു എം കട്ട് ചെയ്യാം, കട്ട് ചെയ്യാം. ഇവിടുന്ന് ഒരു എല്ലും ഒരെല്ലും കട്ട് ചെയ്യാം. അപ്പം അവിടുന്ന് ബാക്കി ആൽഫ പറഞ്ഞേ. ആൽഫ എന്ന് പറഞ്ഞാൽ 3 × G ഡിവൈഡഡ് ബൈ 2 × L ആണ്. 3G/2L. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? 3G/2L. ഓപ്ഷൻ സി എടുക്കാം. ക്ലിയർ ആണല്ലോ മക്കളെ? ഇനി ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രോപ്പറായിട്ട് നല്ല വൃത്തിക്ക് വേണം പഠിച്ചിട്ട് പോകാൻ. പിന്നെ നിങ്ങൾ റോളിംഗ് മോഷൻ എന്ന് പറഞ്ഞ പോർഷൻ നമുക്ക് ഇപ്പം ഇൻക്ലൈൻഡ് സർഫസോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അത്ര ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനില്ല. എങ്കിലും റോളിംഗ് മോഷൻ അതായത് ഒരു സർഫസിൽ ഒരു ഒബ്ജക്റ്റ് റോൾ ചെയ്യും. അപ്പം നമുക്കറിയാം റോളിംഗ് എന്ന് പറഞ്ഞാൽ, ഓർത്തോണം, റോളിംഗ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്ലേഷൻ്റെയും അതേപോലെ തന്നെ റൊട്ടേഷൻ്റെയും, ട്രാൻസ്ലേഷണൽ മോഷൻ്റെയും റൊട്ടേഷണൽ മോഷൻ്റെയും കമ്പൈൻഡ് ഇഫക്റ്റ് ആണ്. അപ്പം ട്രാൻസ്ലേഷണൽ മോഷൻ എന്ന് പറയുമ്പം ലീനിയർ വെലോസിറ്റി ഓഫ് ദി സെൻറ്റർ ഓഫ് മാസ് നമ്മൾ വരും. റൊട്ടേഷണൽ മോഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ ആംഗുലാർ വെലോസിറ്റി ഒമേഗ വരും. അതുകൊണ്ട് തന്നെ നിങ്ങൾ പഠിച്ചിട്ടുള്ള പോയിന്റ് ആണ്, ഇവിടെ ട്രാൻസ്ലേഷണൽ വെലോസിറ്റിയും റൈറ്റിലോട്ടാണ്, ലീനിയർ വെലോസിറ്റിയും റൈറ്റിലോട്ടാണ്. ഒരു പ്യുവർ റോളിങ്ങിൻ്റെ കേസിൽ ടോപ്പ് പോയിന്റിലെ വെലോസിറ്റി 2v ആയിരിക്കും. എന്നാൽ അറ്റ് ദ സെൻറ്റർ എടുത്തു കഴിഞ്ഞാൽ ആ സെൻറ്റർ പോയിന്റിലെ വെലോസിറ്റി എന്ന് പറയുന്നത് v ആയിരിക്കും. പ്യുവർ റോളിങ്ങിൻ്റെ കേസിൽ ബോട്ടം പോയിന്റിലെ വെലോസിറ്റി എന്ന് പറയുന്നത് 0 ആയിരിക്കും. ബിക്കോസ് ഇഫ് ഇറ്റ് ഈസ് പ്യുവർ റോളിംഗ്, ബോട്ടം പോയിന്റിലെ ഫ്രിക്ഷൻ അപ്രോക്സിമേറ്റ്ലി 0 ആണെന്നാണ് പറയുന്നത്. വെൻ ദി ഒബ്ജക്റ്റ് റീച്ചസ് പ്യുവർ റോളിംഗ്, ആ ബോട്ടം പോയിന്റിലെ ഫ്രിക്ഷൻ അപ്രോക്സിമേറ്റ്ലി 0 എന്ന് വെച്ചാൽ അത് ബോഡി അപ്രോക്സിമേറ്റ്ലി റെസ്റ്റിലാണ്, അവിടെ മൂവ് ചെയ്യാത്ത ഫീലാണ്. അപ്പോൾ ബോട്ടം പോയിന്റിലെ വെലോസിറ്റി 0 ആണ് എന്ന ആ ഐഡിയ ഒക്കെ ഒന്ന് പഠിച്ചു പോവുക. അതുപോലെ ട്രാൻസ്ലേഷൻ്റെയും റൊട്ടേഷൻ്റെയും കമ്പൈൻഡ് ഇഫക്റ്റ് ആണെന്നുള്ള കാര്യം പഠിക്കുക. അതൊക്കെ നിങ്ങൾ കൃത്യമായിട്ടൊന്ന് നോക്കി പോവുക. പിന്നെ വേണമെങ്കിൽ അവർക്ക് ചോദിക്കാം, ഒരു ഇൻക്ലൈൻഡ് സർഫസിൽ നിന്ന് ഒരു റിങ്ങും ഒരു സ്ഫിയറും ഡ്രോപ്പ് ചെയ്ത്, ഞാൻ ഡീറ്റെയിലിംഗ് ചെയ്യുന്നില്ല, സ്ഫിയറും ഡ്രോപ്പ് ചെയ്തു, അതിൽ ആരാദ്യം താഴെ എത്തുമ്പോഴുള്ള വെലോസിറ്റി നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. അതുപോലെ ആക്സിലറേഷൻ്റെ ഇക്വേഷൻ, റോൾ ചെയ്യുമ്പോൾ ആക്സിലറേഷൻ്റെ ഇക്വേഷൻ, ഏറ്റവും സമയം താഴെ ആരാദ്യം എത്തും എന്നുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും അതിൻ്റെ കോൺസെപ്റ്റ് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കുക. നമുക്ക് കൂടുതലും നീറ്റിൻ്റെ കോൺസെപ്റ്റിൽ റോളിംഗ് മോഷൻ അല്ല, അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ മൊമെന്റ് ഓഫ് ഇനർഷ്യയും സെൻറ്റർ ഓഫ് മാസും, റോളിംഗ് മോഷൻ ചോദിക്കുകയേ ഇല്ലെന്നല്ല, ബേസിക് ആയിട്ടുള്ള ഏരിയ ഏതെങ്കിലും ചോദിച്ചാലേ ഉള്ളൂ. പക്ഷെ ഞാൻ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ഉള്ള പോർഷൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അതും നിങ്ങൾ സെൻറ്റർ ഓഫ് മാസ്, മൊമെന്റ് ഓഫ് ഇനർഷ്യ, ടോർക്കിൻ്റെ ഒക്കെ കോൺസെപ്റ്റ്, ആംഗുലാർ മൊമെന്റത്തിൻ്റെ ഒക്കെ കോൺസെപ്റ്റ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ പഠിക്കണം. നിങ്ങൾക്കറിയാം, ഞാൻ എപ്പോഴും അത് പറയുന്നത് നിങ്ങളെ കൺവിൻസ് ചെയ്യുന്നതല്ല, നിങ്ങൾക്കറിയാം ലിമിറ്റഡ് സ്ലോട്ടിൽ നമുക്കിത് തീർത്ത് പോകണം എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ടൊക്കെ പഠിക്കുക. ഞാൻ എൻ്റെ ഈ സെഷൻ ഇന്നിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. പുതിയ കോൺസെപ്റ്റും കോണ്ടന്റും ഒക്കെ ആയിട്ട് നമ്മൾ ഇനിയും കണ്ടുമുട്ടുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്.